കഥ തിരക്കഥയാക്കിയാൽ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വലിയ നടൻ നിൽക്കുകയാണ് ചെയ്യാൻ. ഡ്രാഫ്റ്റ് കൊണ്ടുവന്നപ്പം ഈ എല്ലാ എല്ലാ ആളുകളുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു മാസാണ് മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ ഈ സെന്റിമെന്റ്സ് ചെയ്ത ചെറുപ്പക്കാരനും അവിടെ ഒന്നും പാടി. മോഹൻലാൽ വരുമ്പോ ഒരു സ്ഫടികോ ചേട്ടനെ കാണുന്നത് അങ്ങനെയാണല്ലോ. ചിത്രം എന്ന് പറഞ്ഞ സിനിമയില് നമ്മൾ അത്രമാത്രം ശരിക്കുന്നു എന്തുമാത്രം ചെയ്തിട്ട് അവസാനം സോമേട്ടൻ വന്നിട്ട് കൊണ്ടുപോകാൻ വരുമ്പോൾ ഒരൊറ്റ ഡയലോഗിൽ നമ്മളെ കരയിച്ചുകൊണ്ട് ജീവിക്കാനൊരു അവസരം കൊടുത്തരാം. മലയാളികൾ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ കരഞ്ഞാൽ കരയും. കാരണം അത് ആ ഉള്ളിൽ തട്ടി ആക്ട് ചെയ്യുന്ന ഒരു സിനിമയാണെങ്കിൽ കരയാതെ ഇന്നും വരെ പോരില്ല. ഇമോഷൻ ചെയ്താൽ നമ്മുടെ ഈ സിനിമയിൽ നിന്ന് ഓടില്ല എന്ന് പറയുന്ന ഒരു കാര്യം അത് മാറ്റാനും സാധിച്ചിട്ടുണ്ട് ഈ സിനിമ. എൻ്റെ സിനിമയ്ക്ക് പൂജ വയ്ക്കാറില്ല. ഇല്ല ഇല്ല ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ലൊക്കേഷനിൽ നമ്മൾ തന്നെ കൊടുക്കും. കാരണം ജീവിതത്തിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, സക്സസ് ഇല്ലാത്തവനെ പൂജയ്ക്ക് പോലും വിളിക്കില്ല. നമുക്ക് എന്നേക്ക് ഒറ്റ കാര്യമുള്ളൂ. ഞാൻ സിനിമ വരുന്നതിന് മുമ്പ് തിയേറ്ററിൽ പടം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ പേർത്തൊലിച്ച് ഞാൻ തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ അന്ന് കണ്ട് കൈയടിച്ച മമ്മൂക്ക് ഓടിക്കുന്ന വണ്ടിയുടെ ലെഫ്റ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. തുടരും എന്ന സിനിമ സമാനതകളില്ലാത്ത അഭൂതപൂർവമായ വിജയവുമായി മുന്നേറുന്നു. രജപുത്ര രഞ്ജിത്താണ് തുടരും എന്ന സിനിമയുടെ നിർമ്മാതാവ് ക്യൂ സ്റ്റുഡിയോയിൽ. രഞ്ജിത്തേട്ടാ സ്വാഗതം, കൺഗ്രാറ്റ്സ്. 35 വർഷത്തെ ചലച്ചിത്ര സഫരിയാണ്. അപ്പോൾ അതിൽ പലവിധ റോളുകളിലൂടെ മുന്നേറുന്നു. തുടരും എന്ന സിനിമ നമുക്കറിയാം ഇന്ന് ടിക്കറ്റ് കിട്ടാനില്ലാത്ത, എനിക്കൊന്ന് പ്രൊഡ്യൂസർക്ക് പടം കാണാൻ പോലും ടിക്കറ്റ് കിട്ടാനില്ലാത്ത സിനിമയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ശരിക്കും എവിടെയും അങ്ങനെ ഒരു 12 വർഷം കൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളത് അതൊരു നമ്മളുടെ ഒന്നും ഓർമ്മയിൽ അങ്ങനെ ഒരു സിനിമയില്ല. അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് കഥ കേട്ട സൂപ്പർ സ്റ്റാർ മോഹൻലാൽ 12 വർഷമായിട്ട് ആ സിനിമയെ പിന്തുടരുന്നു. ആദ്യമായിട്ട് കഥ കേട്ട നിർമ്മാതാവ് 12 വർഷം ആ സിനിമയ്ക്കൊപ്പം നിൽക്കുന്നു. അതിന്റെ റൈറ്റർ അടക്കമുള്ള ആ ടീമിൽ നിന്ന് പുതിയ സംവിധായകയിലേക്ക് ഇതിലേക്ക് എത്തുന്നു. ശരിക്കും തുടരും എന്ന് പറയുന്ന സിനിമ ഇത് ചെയ്യണം, അല്ലെങ്കിൽ 12 വർഷമായിട്ട് ആ ഫയറിൽ നിൽക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യം എനിക്ക് തോന്നുന്നു 2012 2012 ഈ നമ്മുടെ കെ.ആർ. സുനിൽ നമ്മുടെ സുനിലിനെ സംബന്ധിച്ചിടത്തോളം സുനിലിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുമ്പോൾ സുനിലിനെ കുറിച്ചൊരു ആമുഖം കൂടെ പറയണം. സുനിലൊരു ഒരു വേറുതരം ചെറുപ്പക്കാരനാണ്. കാരണം ഈ നല്ല വിഷയങ്ങൾക്ക് പുറകെ നടന്ന് അതൊരു അന്വേഷണാത്മകമായി നടന്ന് കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് എഴുതുക. ആ മഞ്ജുക്കാരൊക്കെ എന്തെല്ലാം ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു നല്ല ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ ഒരുപാട് ഒരു കാര്യങ്ങൾ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ഒരാള് ഗോകുൽദാസുമായിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഗോകുൽദാസ്. അപ്പോൾ ഗോകുൽ അന്ന് അത്യാവശ്യം നല്ല ഒരു ആർട്ട് ഡയറക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഗോകുൽ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ സിനിമകൾ ഗോകുൽ ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗോകുൽ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു, ഇങ്ങനെ കെ.ആർ. സുനിലിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഗോകുൽ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയുമായിട്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അവിടെ വെച്ച് ഞാൻ ഈ കഥ കേൾക്കുന്നു. കഥ കേട്ട് അങ്ങനെ കഥ അപ്പം സുനിലിനെ സംബന്ധിച്ചിടത്തോളം സുനിലൊരു വളരെ ശുദ്ധനായ ഒരു പാവം മനുഷ്യനാണ്. ഈ കഥ പറയുന്ന രീതിയൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പിടിച്ചിരുന്നാലേ കേൾക്കുള്ളൂ. അങ്ങനെ കേട്ട പടമാണ്. അപ്പൊ ഇത് കേട്ട് 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 പോകുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്തെത്തുമ്പോൾ, അതിപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവർക്കല്ലാതെ നമ്മളതിൽ പെട്ടെന്ന് അങ്ങോട്ട് ഒരു അട്രാക്ട് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അവിടുന്ന് മുന്നോട്ട് പോകുന്ന ഓരോ ഘട്ടത്തിലും എനിക്ക് ഇത് ഭയങ്കരമായിട്ട് തോന്നി. അപ്പോൾ ഇതൊരു ചെറിയ ആരെങ്കിലും വെച്ച് ചെയ്യാവുന്ന ഒരു സിനിമയായിട്ടാണ് ഇവരുടെ വരവ്. കഥ കേട്ട് കഴിഞ്ഞപ്പം ഇപ്പോൾ സിനിമ കഴിഞ്ഞോടെ എല്ലാവരും കൊണ്ടും എനിക്ക് വ്യക്തമായി പറയാം. അതുകൊണ്ടാണ് അതിന് മുമ്പ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഇത് ഇത്രയും പെർഫോം ചെയ്യാൻ മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളല്ലാതെ ഇതിനകത്ത് വേറൊരാളില്ല. അതുകൊണ്ട് നമുക്കിത് ലാലേട്ടനെ വെച്ച് സിനിമ ചെയ്യാം എന്ന് പറയുന്നു. അപ്പോൾ ഒരു അത്ഭുതം എന്ന് കേൾക്കുന്ന മാതിരി ഇവർ രണ്ടുപേരും കേൾക്കുകയും അതങ്ങനെ ലാലേട്ടൻ കഥ കേൾക്കുമോ, അല്ലെങ്കിൽ ലാലേട്ടൻ ഇങ്ങനെ പറയാം. ഞാൻ അതൊന്നും നിങ്ങൾ അറിയണ്ട, അത്രമാത്രം ആ ഒരു ബന്ധവും കാര്യങ്ങളും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനിത് ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞു. ഞാനത് ചേട്ടനോടും ആൻ്റണിയോടും പറയുന്നു. കഥ കേൾക്കുന്നു. സുനിലിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കഥ കേട്ടു. ചേട്ടൻ അപ്പം തന്നെ ഈ കഥയിൽ ഓക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, നല്ല കഥയാണ്, കാര്യങ്ങൾ ഇതാണെന്ന് പറയുന്നു. അതിനുശേഷം അടുത്തൊരു സെറ്റിങ്ങിൽ ഞാൻ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അതൊന്നും സുനിലില്ല. അപ്പോൾ ആ സമയത്ത് എന്നോട് ചേട്ടൻ പറഞ്ഞു, ഞാൻ കഥ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ആൻ്റണിക്കും ഇഷ്ടമായി,
നമുക്ക് ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വളരെ ഒരു ഭയങ്കര ഒരു 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 ഹെവി സിനിമയാണ്. ഇത് കേൾക്കുമ്പോൾ വളരെ ചെറുതാണെന്ന് തോന്നും, പക്ഷേ ഒരു ഹെവി സിനിമയാണ്. അതുകൊണ്ട് ഈ കലാസംവിധായകൻ ഗോകുൽദാസിന് ഇത് ചെയ്യാൻ പറ്റുമോ? വേണമെങ്കിൽ രഞ്ജിത്ത് പറഞ്ഞോ, നമുക്ക് വേണമെങ്കിൽ വേറെ സിനിമകൾ ചെയ്തു കൊടുക്കാം, ഇത് കഥ അദ്ദേഹം തരുമോ എന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആലോചിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ചോദിക്കാം, അത് എനിക്കറിയാം, എന്തായാലും ഗോകുലിന് അതിനകത്തൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറയും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗോകുലിനോട് ചോദിച്ചപ്പോൾ ഗോകുൽ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഈ ലാലേട്ടനെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല. ചേട്ടനിത് പറയുകയും ലാലേട്ടൻ ഇത് ഓക്കെയും പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എനിക്ക് ആകെ ഒരു ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഇത് ചേട്ടൻ ചെയ്ത് സുനിലിൻ്റെ ഒരു ഗംഭീര സിനിമയായിട്ട് ഇത് മാറണം. അങ്ങനെ പറഞ്ഞ ഒരു ക്ലാസ്മേറ്റ്സും ആണല്ലോ. അതെ, ഭയങ്കര നല്ലൊരു മനുഷ്യരാണല്ലോ ഈ ഗോകുൽ. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ ഒരാളാണ് പുള്ളി. അങ്ങനെ അന്ന് തൊട്ട് ഈ ഗോകുലും എപ്പോഴും ഈ സിനിമ നടക്കാൻ വേണ്ടി കൂടെ ഉണ്ട്. അങ്ങനെയുണ്ട് അവസാനം വരെ. അങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നു. അതിനുശേഷം അത് പോകുന്നു. പല 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 ഞാനിപ്പോൾ ഒരുപാട് സംവിധായകരും നമ്മുടെ സുഹൃത്തുക്കളായ സംവിധായകരും അല്ലാത്തവർ ഹിറ്റ് മേക്കേഴ്സും ഒക്കെ ഉണ്ട്. ഇത് 6ഓളം പേര് ഇതുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും പല പല ഘട്ടത്തിലും. അപ്പോൾ ആ വർഷങ്ങൾ പോയത് അതുകൊണ്ടാണ് വരികയും അതൊന്നും ഞാനും സുനിലും ഉദ്ദേശിച്ച പോലെയുള്ള പല സ്ഥലത്തും ഇത് എത്താതെ വരികയും ചെയ്യും. അതായത് 6ഓളം പേര് വരും എന്ന് പറയുമ്പോൾ അവര് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അല്ലേ? ഒരു വർഷമൊക്കെ എഴുതും. സംവിധായകർ ഒരു വർഷമൊക്കെ കൂടെ, 1 വർഷം 2 വർഷമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ വരുമെങ്കിലും പല സ്ഥലത്തും വരുമ്പോൾ നമുക്ക് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചേട്ടൻ്റെ ഇമോഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. എനിക്ക് ആ കഥയിലെ ഇമോഷൻ ഒരിക്കലും കളയാൻ ഇഷ്ടമല്ല. കാരണം എല്ലാവർക്കും ഒരു ഭയമുള്ളത് ഒരു ഇമോഷനുള്ള സിനിമ ചെയ്യാനാണ്. അതെ, അത് പേടിയാണ്. ഇന്നത്തെ കാലത്ത് അത് നിൽക്കില്ല. അതെല്ലാവരും പറയുന്നത് ചിലപ്പോൾ 2010 ശേഷം അല്ലെങ്കിൽ 2015 വളരെ വ്യക്തമായി പറയുന്നത്. കാരണം ഇനി ഇമോഷൻ ഒന്നുമുള്ള ഒരു സ്കോപ്പും ഇല്ല, ഇവിടെ അങ്ങനത്തെ സിനിമകൾ ഓടാൻ സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അതെന്ന് വെച്ചാൽ എല്ലാവരുടെയും പെരുമാറ്റത്തിലൊക്കെ മാറ്റങ്ങളുണ്ട്, അതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ട് തൊട്ട് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള സിനിമകളെല്ലാം അത്ര ഇമോഷനുള്ള സിനിമകളാണ്. അങ്ങനെ ഒരു കഥ കൃത്യമായി വന്ന് കിട്ടിയിരിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും പിടിവിടാതെ പിടിക്കണമെന്ന് വെച്ചിട്ട് പലപ്പോഴും അതിൻ്റെ പുറകെ നടന്നു. അതിനൊപ്പം നിന്നൊരാളാണ് KR സുനിൽ, അതിനൊപ്പം നിന്നിട്ടുണ്ട് ലാലേട്ടൻ, അതിനൊപ്പം ആൻ്റണി. ഈ ശരിക്കും എന്നോടൊപ്പം നിന്ന ഈ 3 പേരും വളരെ കൃത്യമായിട്ട് ഈ സിനിമയിൽ അന്ന് മുതൽ ലോക്ക്ഡൗൺ. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വെച്ചും പലപ്പോഴും പല പല കാര്യങ്ങൾ വരുമ്പോഴും ആൻ്റണി ആയാലും ചേട്ടനായാലും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ആ സിനിമ ചെയ്യണ്ടേ. ചേട്ടൻ അതിൻ്റെ സംവിധായകൻ ആരാന്ന് പോലും എന്നോട് ചോദിക്കാറില്ല, ആരാണെന്ന് ചോദിക്കാറില്ല. അപ്പോൾ അങ്ങനെ പല ഘട്ടത്തിലും വന്നിരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഒരു ദിവസം നമ്മൾ സിനിമകളെല്ലാം കാണുന്ന ഒരാളാണ്. അപ്പോൾ സൗദി വെള്ളയ്ക്ക എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ട്. സന്ദീപ് നമ്മുടെ സുഹൃത്താണ് പ്രൊഡ്യൂസർ. തരുണിനെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഞാൻ ഈ സിനിമ ആദ്യം തന്നെ കണ്ടു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. കാരണം ഒരു ചെറിയ സബ്ജക്റ്റ് ഇത്ര മനോഹരമായി പറയും, അതിൻ്റെ അകത്ത് ആ ഇമോഷൻ, അതൊരു വലിയ പരീക്ഷണമാണ്. ഇങ്ങനെ ഈ പുതിയ ആളിലേക്ക് വെച്ചിട്ട് ഇങ്ങനൊരു സിനിമ ചെയ്തൊരു നല്ല സിനിമ ഉണ്ടാക്കാൻ. അത് എഴുതി ഒരു സ്റ്റാറും ഇല്ല, അത് ഒരു എഴുതിയിരിക്കുന്നതും തരുന്നു. അപ്പോൾ സുനിലിന് ഏറ്റവും വലിയ ഗുണമാണെന്ന് വെച്ചാൽ സുനിൽ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, ചേട്ടാ എന്തെങ്കിലും ഒരു എഴുത്തുകാരൻ്റെ സഹായം കൂടെ നമുക്ക് കിട്ടുന്ന വന്നാലും എനിക്ക് അതിനകത്ത് ഒരു പ്രശ്നമില്ല, ഈ കഥ നമുക്ക് ഗംഭീരമായിട്ട് ആക്കാവും ചേട്ടാ, സിനിമയാവുകയാണ് എല്ലാവരുടെയും ആവശ്യം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഞാൻ തരൻ്റെ അടുത്ത് പറയുന്നു. തരം അവിടെ നിന്ന് എഡിറ്റ് വേണ്ടത് വരുന്നു. ആദ്യം വരുമ്പോൾ സുനിലില്ല, സുനിലും ബിനാലെ നടക്കുക. അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഞാനാണ് ഈ കഥ പറയുന്നത്. ഞാൻ ഈ എത്രയോ വർഷമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ കഥ പറഞ്ഞ് കഥയെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിയുമ്പോൾ തരണെടുത്തെന്ന് ചേട്ടാ ഇതിനകത്തൊരു നല്ല കഥയുണ്ട്. അപ്പോഴും തരേണ്ട ഭയം എന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ്. ഇത് ലാലേട്ടപ്പോൾ എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാനില്ല. കാരണം വെച്ചാൽ ഈ കഥ തിരക്കഥയാക്കിയാൽ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വലിയ നടൻ നിൽക്കുകയാണ് ചെയ്യാൻ. അപ്പോൾ തരുൺ പറയുന്നത് ഇതൊരു ഭയങ്കര ഒരു ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ്, അതുകൊണ്ട് ഞാനൊന്ന് റെഡിയാക്കിയിട്ട് വരാം. ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്ത് വേണമെങ്കിലും ഞാൻ പറഞ്ഞ കഥ അവിടെ നിൽക്കട്ടെ, തരുണിനേക്കാൾ കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സുനിലിൻ്റെ അടുത്ത് പോയിട്ട് സുനിലിനെ കണ്ട് സംസാരിച്ചിട്ട് അടുത്ത തീരുമാനത്തിലെത്താന്ന് പറഞ്ഞു. സുനിലിൻ്റെയും ബിനാലെ നടക്കുന്ന സ്ഥലത്താണ് തരുൺ പോയി കാണുന്നത്. അവർ തമ്മിലുള്ള ഡിസ്കഷനിലും വളരെ കൃത്യമായ കാര്യങ്ങൾ, ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായി. പക്ഷെ അതിനുശേഷം ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുവന്നു. ഡ്രാഫ്റ്റ് കൊണ്ടുവന്നപ്പം
ഈ എല്ലാ എല്ലാ ആളുകളുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു മാസാണ് മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ ഈ സെന്റിമെന്റ്സ് ചെയ്ത ചെറുപ്പക്കാരനും അവിടെ ഒന്ന് പാളി. മോഹൻലാൽ വരുമ്പോ ഒരു സ്ഫടികോ ചേട്ടനെ കാണുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു തരാം, നമുക്ക് വേണ്ടത് മറ്റ് കാര്യങ്ങളാണ്, നമുക്കത് ഒന്നുകൂടെ റീവർക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ഒരു ലെവലിലെത്തുമ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതിനേക്കാൾ മനോഹരമായ ഒരവസ്ഥയിലേക്ക് തരുണും സുനിലും കൂടെ ഒന്നിച്ചിരുന്നുണ്ടാക്കി. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴും നമുക്ക് നോക്കുമ്പോൾ ഇതിന് ഒരുപാട് ലെങ്ത് ഉണ്ട്. കാരണം ഇതിൽ നിന്ന് വിട്ടുപോയ സീനുകളൊക്കെ ഗംഭീര സീനുകൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. അതിനു മുമ്പ് നമ്മൾ അതിനുശേഷം നമ്മൾ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ, അപ്പോൾ തരുൺ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു പ്രശ്നമുണ്ട്, ഇത് ഇത്രയും സ്ക്രിപ്റ്റും വായിച്ച് കേൾപ്പിച്ച് ലാലേട്ടനോട് പറയാൻ എനിക്കൊരു ഭയമാണ്, ഞാൻ ആകെ പതറും, ഞാൻ കാണുമ്പോഴേ എൻ്റെ അവസ്ഥ പരിതാപകരാകും, അതുകൊണ്ട് എനിക്കിത് പറയാനുള്ള കെൽപ്പില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ നല്ല പരിപാടിയുണ്ട്, നമ്മളിത് നേരെ ഒരു സ്റ്റുഡിയോ എടുത്തിട്ട് തരുണിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മോഡുലേഷൻ റെക്കോർഡ് ചെയ്യും, ഫുൾ സ്ക്രിപ്റ്റ് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. റെക്കോർഡ് ചെയ്ത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് അതിൽ നിന്ന് 3 പേർക്കും തോന്നിയ കുറേ കാര്യങ്ങൾ എഡിറ്റ് ചെയ്തു. നറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് എഡിറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഓരോ പോസ്റ്ററും അതിന്റെ എഫക്ട്സും മ്യൂസിക്കും പുള്ളി പോസ്റ്റ് ചെയ്തു. ഒരു സിനിമ പോലെ തന്നെ, വിഷ്വൽ ഇല്ല. ഈ മോഡുലേഷൻ ഒക്കെ അതുപോലെ തന്നെ പറയും, ഓരോ ക്യാരക്ടറിന് അങ്ങനെ പറഞ്ഞ് ചെയ്തു വെച്ചു. അത് നമ്മൾ 10 പ്രാവശ്യമൊക്കെ ഞാനും തരുണൊക്കെ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ പറയും, നമുക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ വേണ്ടാതൊക്കെയല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വളരെ ക്ലിയർ ഒരു സിനിമയാക്കി വെച്ചു. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ചേട്ടനടുത്ത് ഇത് പറയുന്നത്. അതുവരെയും എന്തൊക്കെ പറഞ്ഞാലും പെർഫെക്റ്റ് ആകാതെ പറയുന്ന പ്രശ്നമേ ഇല്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് പറയുന്നു. അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് ഇത് പറയാൻ വരുമ്പോൾ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പെട്ടെന്നൊരു ദിവസമാണ്. അപ്പോൾ ആൻ്റണി എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ലാൽ സാർ എറണാകുളത്തുണ്ട്, ചേട്ടൻ എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ ട്രിവാൻഡ്രത്താണെന്ന് പറഞ്ഞു. 2 ദിവസം അവിടെ ഉണ്ട്, ഇന്ന് വളരെ ഫ്രീ ആയിട്ടുള്ള സിറ്റുവേഷനാണ്, ചേട്ടൻ ഒന്ന് പോയിട്ടൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ അപ്പം തന്നെ ഒന്ന് ലാൽ സാറിന് ഇപ്പം തന്നെ ചേട്ടൻ വിളിക്കുന്നു. ഞാൻ ചേട്ടനെ വിളിക്കുന്നു. ചേട്ടൻ പറഞ്ഞു, നമുക്ക് 2:30 ശേഷം ഞാൻ ഫുൾ ആരും അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫ്രീ ആയിട്ടിരിക്കണം, നമുക്കിത് അങ്ങനെ കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കേൾക്കണം എന്ന് പറഞ്ഞ് അത് ആ സമയത്താണ് നമ്മൾ ആദ്യം ചെല്ലുന്നത്. അപ്പം അന്ന് ഈ ടേപ്പ് റെക്കോർഡും ഈ സാധനമൊന്നും നമ്മൾ കൊണ്ടുപോയില്ല. വെറുതെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ പറയുമ്പോൾ അന്ന് തന്നെ പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ പ്രാവശ്യം ഇതിൻ്റെ ഒരു വളരെ സീരിയസ് ആയ ഒരു വേർഷൻ പുള്ളി കേട്ട് ആ സമയത്ത് പിന്നീട് ഒരു പകുതി എത്തിയപ്പോഴത്തേക്ക് ചേട്ടൻ 1-2 കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ തന്നെത്താനെ പറയാനും പറ്റുന്നൊരു ഇതിലായി. ഞങ്ങൾ ഒരുമിച്ച് പറയുന്നത് അവിടെ നിന്ന് എന്നെ അങ്ങോട്ട് മാറ്റി നിർത്തി വിളിച്ചിട്ട് എന്നോട് എന്നേ പറഞ്ഞുള്ളൂ, എനിക്ക് അടുത്ത മാസം മുതൽ കുറച്ച് ദിവസം ഫ്രീ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് കുറേ ഒരു ഭാഗം വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം, രഞ്ജിത്ത് ഒന്ന് ആലോചിക്കുന്നതാണ്. അപ്പോൾ ഞാൻ തരുണ് ഞെട്ടി. കാരണം ഒരു ഫ്രീ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ തരുൺ ഒന്നും ആലോചിക്കണ്ട, നമ്മളിത് പോകുന്നു, നമ്മൾ ചെയ്യുന്നു, നമുക്ക് അതിനു മുമ്പ് നമുക്ക് നടക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ചേട്ടനോട് പറയാവുന്ന കാര്യങ്ങളോ, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അവിടുന്ന് പോയൊരു പോക്കാണ് ഇതിൻ്റെ ഷൂട്ട്. ഏപ്രിലേക്ക് വളരെ പെട്ടെന്നായിരുന്നു. മാർച്ചിൽ പറയുന്നു, ഏപ്രിൽ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ശരിക്കും ഒരു അത്ഭുതങ്ങളെല്ലാം ഓടിയെത്തിയൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നത് ഒരു പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് ഇത്രയും വേഗത്തിൽ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ച മോഹൻലാൽ സിനിമ ഉണ്ടാവില്ല. അല്ല, ഇത്രയും ദീർഘകാലം ആലോചിച്ച മോഹൻലാൽ സിനിമ ഉണ്ടാവില്ല. അല്ല, ഇത്ര പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാലഘട്ടം ഇത് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, ഏറ്റവും പെട്ടെന്ന് ഷൂട്ട് നടന്നത്, ഏറ്റവും പെട്ടെന്ന് ഇത്ര നല്ല കാസ്റ്റിംഗ്. അതെ അതെ, കാസ്റ്റിംഗിൽ ഒരു മാസം പോലും സമയം എടുത്തു. 1 മാസം കൊണ്ട് ഇത്ര നല്ല ഒരു കാസ്റ്റിംഗ് ഉണ്ടാക്കാന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമല്ലേ. അത് എല്ലാം ഞാൻ പറയുന്നത് മുഴുവൻ പല കാര്യങ്ങളിലും ഭാഗ്യമുണ്ട്. അത് കൂടാതെ ഇതിൽ പ്രവർത്തിച്ച മുഴുവൻ ടെക്നീഷ്യൻസും ഈ ഭയങ്കരമായിട്ട് ഇതിനോട് സപ്പോർട്ട് ചെയ്ത് ഒന്നിനൊരു കുഴപ്പമില്ലാതെ അവരുടെ ഒരു പ്രയത്നം കൊണ്ടുണ്ട് കേട്ടോ. അതില്ലാതെ പറയാൻ പറ്റില്ല. എല്ലാവരും ഒന്നിച്ചു നിന്ന സിനിമയാണ്, ഇപ്പോഴും ഒന്നിച്ചാ. അല്ല, അത് എനിക്ക് ഭയങ്കര രസമുള്ള സാധനം എന്താ വെച്ചാൽ, ഇപ്പം പ്രകാശ് വർമ്മയോട് ഞാൻ ഈ സിനിമ കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂവിൽ സംസാരിച്ചപ്പോഴാണെങ്കിലും സുനിൽ സംസാരിച്ചപ്പോഴും നമ്മൾ വെറുതെ ഒരു അതിശയോക്തിക്ക് പറയും സിനിമയാണ്, ഞങ്ങളുടെ കുടുംബമാണ് എന്നൊക്കെ. പക്ഷെ ഇതിനപ്പുറത്ത് ഈ 12 വർഷത്തെ ജേർണിയിൽ
അഭിമുഖത്തിന്റെ ഓരോ വരിയിലും KR സുനിൽ രഞ്ജിത്തേട്ടനെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ രഞ്ജിത്തേട്ടൻ സംസാരിച്ച് കഴിയുമ്പോൾ അവിടെ തുടർച്ചയായിട്ട് വരുന്ന പേരാണ് ഇത്. ഇത് ഇത്രയും ഒരു പരസ്പരം അടുപ്പത്തോടെ ഇപ്പം പ്രകാശ് വർമ്മ സംസാരിക്കുന്ന പ്രധാനപ്പെട്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഷൂട്ടിന്റെയും ബ്രേക്കിലും പുള്ളിയെ സ്ട്രെസ് ഫ്രീ ആക്കുന്നത് ഈ രഞ്ജിത്തേട്ടൻ കഥ പറയും, ഭയങ്കര പഴയ കോമഡിയൊക്കെ പറയും. എനിക്ക് അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഫുൾ ഡേ ഉണ്ടായിരുന്നതായിരുന്നു എനിക്ക് കിട്ടിയ ഹൈ എന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ പറയുന്നത് ഈ എങ്ങനെയാണ് ഈ പറഞ്ഞ ഒരു 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 ടീം എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒറ്റക്കെട്ടായിട്ട് ആളുകൾ നിൽക്കുക ഈ മൊമെന്റ് വരെ, ഇന്നലെ നിങ്ങളുടെ ഒരു ചെറിയ തോതിലുള്ള സെലിബ്രേഷൻ വരെയെങ്കിലും അതൊരു ടീമായി നിലനിൽക്കുകയാണല്ലോ. അല്ല മനുഷ്യ ചില സിനിമ നമുക്ക് എനിക്ക് അങ്ങനെ ഒരു മനസ്സുള്ള ഒരാളാണ്. കാരണം നമ്മൾ ഈ ജോലി ചെയ്യുന്നവരെയും അല്ലാത്തവരെയും എല്ലാവരും മാറ്റി മാറ്റി ഓരോ ഘട്ടത്തിൽ അങ്ങനെ കാണരുത്. ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം നമ്മുടെ ആളുകളല്ലേ. പിന്നെ എൻ്റെ സിനിമ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹം ഉണ്ട്. കാരണം ഞാൻ ഫുൾ ടൈം ലൊക്കേഷനിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ ഫുൾ ടൈം ലൊക്കേഷൻ ഉണ്ടാകുന്ന എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരാളുമല്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവരുടെ വിഷമങ്ങളുണ്ടെങ്കിലും ഞാനാണ് ഇവരെ സമാധാനിപ്പിക്കുന്നത്. അത് കുഴപ്പമില്ല, മഴ പെയ്യല്ലേ, നമ്മൾ എന്ത് ചെയ്യാനാ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും കൂടെ നിൽക്കുകയും. അപ്പൊ ഈ പ്രകാശ് വർമ്മ പറഞ്ഞ കറക്റ്റാണ്. ചേട്ടാ ഇത്രയും പ്രശ്നങ്ങൾ നടന്നത് ചേട്ടൻ എങ്ങനെയാണ് ഈ തമാശ പറയാൻ പറ്റുന്നത്? ഞാൻ പറയുന്നത് നമ്മൾ ആ പ്രോജക്റ്റിൽ വിശ്വാസമുണ്ട്, ചെയ്യുന്നവരിൽ വിശ്വാസമുണ്ട്, എല്ലാത്തിലും വിശ്വസിക്കുമ്പോൾ ഇതൊക്കെ കാണാതിരിക്കുമോ? എന്തായാലും ഒരു നമ്മുടെ ഒരു ലൈഫിൽ പല പരാജയങ്ങളും പറ്റിയിട്ടുണ്ടെങ്കിലും കഴിവതും അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പരാജയങ്ങളൊക്കെ സിനിമയിൽ എല്ലാവർക്കും ഉണ്ടാവും, എല്ലാം തികഞ്ഞ ആരുമില്ലല്ലോ. പക്ഷെ എങ്കിലും നമ്മൾ ആ സിനിമയോടുള്ള സ്നേഹവും ഇതുകൊണ്ടും നമുക്ക് അങ്ങനെ ആ സിനിമയെക്കുറിച്ച് ഭയം തോന്നാറില്ല. പിന്നെ എല്ലാവരും നല്ല ആളല്ലേ. ഞാൻ പറയുന്നത് ഈ പറയുന്ന സിനിമയിൽ നമ്മുടെ ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ചില ആളുകൾ പോലും പ്രൊഡക്ഷൻ ബോയായിട്ടൊക്കെ വരാറുണ്ട്. അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് അവൻ ഇവന്റെ കാശ് മാത്രം ഉദ്ദേശിച്ചിരുന്നില്ല, സിനിമയുടെ സ്നേഹത്തിലാണ് അതിന്റെ ഒരു ആവേശം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആവേശമുള്ളവരല്ലേ. അപ്പൊ അത് എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ പകുതി പ്രശ്നം തീരും. പിന്നെ ലൊക്കേഷൻ എന്തിനാണ് എല്ലാവരും വഴക്കുണ്ടാക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഞാനൊരു നിർമ്മാതാണെന്ന് അങ്ങനല്ലല്ലോ. അവരിലൊരാളായിട്ട് മാറുക. അവരിലൊരാളായിട്ട് മാറുമ്പോൾ പിന്നെ തരുൺ അത്ഭുതപ്പെടുത്തി അല്ലെങ്കിൽ ഷാജിയൊക്കെ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പെട്ടെന്ന് ഈ ഒരു ക്ലൈമാക്സ് ഷൂട്ട് കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്നായിരിക്കും ഇവരൊക്കെ ഒരുപാട് ടെൻഷനിലും സ്ട്രെസ്സിലും ഒക്കെ നിൽക്കുന്ന സമയത്ത് ക്ലൈമാക്സ് നമ്മൾ ഫിക്സ് ചെയ്ത് നിൽക്കുന്നു. അയ്യോ 2 ദിവസം പോകണം, ഫാൻറ്റം ക്യാമറ ബുക്ക് ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ചിരിക്കും. കാരണം ഞാൻ പറയും ക്ലൈമാക്സ് ഇന്ന് എത്രാം തീയതി അറിയാമല്ലോ, ഞാൻ ഒരു 5 ദിവസം മുമ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഈ 35 വർഷം നമ്മുടെ അത് കിട്ടാതെ വന്നാൽ നമ്മുടെ സിനിമ ബാധിക്കില്ലേ. അപ്പൊ ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. കാരണം അവർ ചോദിക്കാതെ തന്നെ അവർക്ക് എന്ത് കാര്യങ്ങളും, അത് ക്യാമറമാൻ ഷാജിയൊക്കെ എല്ലാവരോടും പറയും. കാരണം ഒരു കാര്യം ചോദിക്കണ്ട, അതിനു മുമ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളോട് എത്തുകയാണ്. തരുൺ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചേട്ടാ ഇത്രയും സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല, ഇതൊന്നും ചോദിച്ചാലും തരികയില്ല, പക്ഷെ ചേട്ടൻ ഇത് ചോദിക്കാതെ തന്നെ തന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ സിനിമയിൽ ഒരു സ്ഥലത്തും നമുക്ക് മോശമാകാൻ പാടില്ല, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യരുത്. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സിനിമയിൽ കോംപ്രമൈസ് ചെയ്യാൻ പോകരുത്. സിനിമയിൽ വിഷ്വലി കാണാവുന്ന എല്ലാം നമ്മൾ കൊടുക്കണം. അത് ഇതിലുണ്ട്. ഈ ഇപ്പൊ നമ്മൾ പറയാം മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമ്മൾ തന്മാത്രയില് അല്ലെ കിരീടത്തില് താഴ്വാരത്തിൽ നമ്മളെ പല കാര്യങ്ങളിലെയും ഞെട്ടിച്ച മോഹൻലാലുണ്ട്. അതേസമയം തന്നെ നരസിംഹവും ദേവാസുര ആറന്തമ്പുരാൻ പോലെ തിയേറ്ററിനെ കുലുക്കി മറിച്ച മോഹൻലാലുണ്ട്. ഇതിന്റെ മിക്സ് ആണ് എപ്പോഴും എല്ലാ ആളുകൾക്ക് ടെൻഷൻ. അതായത് കരീപ്പിക്കുന്ന മോഹൻലാലും ഈ പറയുന്ന മുണ്ടു മടക്കിയെടുത്ത് അടിക്കുന്ന മോഹൻലാൽ, ഇതിന്റെ ഒരു മിക്സ് വരിക എന്നുള്ളത് ഭയങ്കര അപൂർവതയാണ്. അപ്പൊ തുടരും കാണുന്ന സമയത്ത് എല്ലാ കാലത്തേക്കും ആളുകൾ ആഗ്രഹിക്കുന്ന മോഹൻലാലിന്റെ എവർഗ്രീൻ പെർഫോമൻസ് അവിടെയുണ്ട്. ഇപ്പുറത്ത് എന്താ പറഞ്ഞ ഒരു ഇനി ടീസർ വന്ന സ്ഥിതിക്ക് അത് പറയാതെ ഈ പറഞ്ഞതിൽ സർപ്രൈസ് ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഒരു ഹെവി വെയിറ്റ് ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതായത് മോഹൻലാൽ അദ്ദേഹത്തിന്റെ കരിയറിൽ 45 വർഷമൊക്കെ പിന്നിട്ടിട്ടും ഒരു പുതിയൊരു ഇപ്പൊ പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ഒക്കെ പുതിയതൊന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ലൂസിഫർ കണ്ടത് എമ്പുരാൻ പോലെയല്ല, ഒരു പുതിയ തരം ഫൈറ്റ് ഫീൽ പോലും വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഒരു ഇമോഷണൽ ഡ്രാമയായിട്ടും ഇത്രയും കോൺഫിഡൻസ്, എല്ലാവരും ഇമോഷണൽ ഡ്രാമയാണ് തിയേറ്ററിൽ. ആളുകൾ എപ്പോഴും പറയുന്നത് ആകാശദൂത് പോലെ ഒരു സിനിമ ഇനി വർക്കാവില്ല എന്നുള്ളൊരു തിയറിയാണ് എപ്പോഴും പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ഷനൊക്കെ ഉള്ള ഒരു ഇമോഷണൽ എന്ന് മുൻതൂക്കം പറയാവുന്ന ഒരു സിനിമയാണ് ഇപ്പോഴും ടിക്കറ്റ് കിട്ടാത്ത വിധത്തിൽ ഒരു 400-ലധികം സ്ക്രീനിൽ ഓടുന്നത്. അതെന്തായാലും ഈ മാസം തുടർന്ന് ഓടുന്നുള്ള രീതിയിലാണ് കാണുന്നത്. അത് ഒരു സമാനതകളില്ലാത്ത കളക്ഷനിൽ പോകുന്നത്.
ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്, പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും ഉള്ള ആളാണ്, സീരിയൽ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരു പല തട്ടിൽ സിനിമയുടെ പല കോണുകൾ രഞ്ജിത്തേട്ടനുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഉള്ളത് രഞ്ജിത്തേട്ടന്റെ ടീമിന്റെ ഭാഗമായിട്ടാണ്, രജപുത്ര യൂണിറ്റിന്റെയാണ്. എന്താണ് ഈ കോൺഫിഡൻസ്, ഒരു ഇമോഷണൽ ഡ്രാമയ്ക്ക് തിയേറ്ററിൽ ഇങ്ങനെ പറ്റുമെന്നുള്ളതും അതിൽ മോഹൻലാൽ അങ്ങനെ വന്നാൽ മോഹൻലാലിന് കയ്യടി കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്? അതെന്താ വെച്ചാല് നമ്മൾ പൊതുവേ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ഇമോഷൻ ഉണ്ടല്ലോ. അത് എനിക്കൊക്കെ കുറച്ച് കൂടുതലുള്ള ആളാണ്. ഞാൻ എപ്പോഴും പറയട്ടെ, ചിത്രം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ അത്രമാത്രം ചിരിക്കുന്നു, എന്തുമാത്രം ചെയ്തിട്ട് അവസാനം സോമേട്ടൻ വന്നിട്ട് കൊണ്ടുപോകാൻ വരുമ്പോൾ ഒരൊറ്റ ഡയലോഗിൽ നമ്മളെ കരയിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു അവസരം കൂടി തരുമോ. അതേപോലെ താളവട്ടം സിനിമയിൽ അവസാനത്തെ നമ്മൾ കാണുന്ന ഫ്രെയിം നമുക്ക് എത്ര പടങ്ങൾ നമ്മളങ്ങനെ കരയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കിരീടമായാലും തന്മാത്രയായാലും ഇപ്പം പറഞ്ഞ സതയമായാലും എത്രയോ പടങ്ങൾ അതേപോലെ തന്നെ ചേട്ടൻ്റെ നരസിംഹം എല്ലാത്തരം കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനൊരു വ്യക്തമായൊരു കാര്യം പറയാം, കേരളത്തിലെ മലയാളികൾ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ കരഞ്ഞാൽ കരയും. കാരണം അത് ആ ഉള്ളിൽ തട്ടി ആക്ട് ചെയ്യുന്ന ഒരു സിനിമയാണെങ്കിൽ കരയാതെ ഇന്നു വരെ പോയിട്ടില്ല. ചേട്ടൻ അങ്ങനെ കരയുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ ഈ പറയുന്ന ഇതിനകത്ത്. എന്ന് വെച്ചാൽ അദ്ദേഹം കരയുമ്പോൾ പ്രേക്ഷകൻ കരയേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കരയും എന്നുള്ള വിശ്വാസമാണ് ഈ സിനിമ. അതൊട്ടും പാളിയില്ല. പിന്നെ രണ്ടാമത് എനിക്ക് വെച്ചാൽ ചേട്ടൻ്റെ ഒരു കരിയറിൽ നമ്മൾ ഓർത്തിരിക്കുന്ന എത്രയോ സിനിമകളുണ്ട്, അത്തരം സിനിമകൾ അല്ലേ? കാരണം ഇന്ന് വരെ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാൽ കിരീടം മറക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ അതേപോലെ തന്നെ തന്മാത്ര ഞാൻ കണ്ടിട്ട് എനിക്ക് കരച്ചിൽ സഹിക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ്. കാരണം അത്രമാത്രം ഒരു ഇതായിട്ട് ചെയ്തൊരു സിനിമയല്ലേ അത്. പിന്നെ നമ്മൾ സതയം നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടില്ലേ? വളരെ എത്രയോ നല്ല നല്ല വിഷയം. ഇപ്പോഴും ഉത്സവപ്പിറ്റെന്ന് ഓർക്കുന്നില്ലേ? അത്ര വലിയ ഹിറ്റായിരുന്നു അന്ന് പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഇന്നും ആ ഉത്സവപ്പിറ്റെന്ന്. അപ്പൊ അങ്ങനെ നല്ല സിനിമകൾ ചെയ്യാൻ നല്ല കഴിവുള്ള ഒരാളെ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അത്തരം ഒരു കഥാപാത്രം കിട്ടുമ്പോൾ അതിൽ ഒരു കാരണവശാലും അത് നമ്മൾ ആ ഇമോഷന്റെ കാര്യം നമുക്ക് ഒരു ഒട്ടും ചോർച്ചയില്ലാതെ ചെയ്യണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രൊഡ്യൂസർ സൈഡിലാണ് പേടിക്കേണ്ടത്. കാരണം ഇങ്ങനെ എടുത്തൊരു സിനിമ എടുത്താൽ അത് ഭയങ്കര പ്രശ്നമാകുമെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സംവിധായകനോട് ഞാൻ വേണ്ട വിധത്തിൽ അത് കൂടെ നിന്നു എന്നുള്ളതാണ്. അദ്ദേഹവും ഇമോഷൻ വേണം നിർബന്ധം പിടിക്കുന്ന ഞാൻ ഇമോഷൻ വേണം എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ തരുണിന്റെയും ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും തരുണിന്റെ മൊത്തത്തിൽ നോക്കിയാൽ അറിയാം. തരുണിന്റെ ഇന്റർവ്യൂസിലൊക്കെ അച്ഛനെയും അമ്മയൊക്കെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഒരു ഇമോഷൻ ഉള്ള ഒരാളാണ്. ഞാനും അതുള്ള ഒരാളാണ്, സുനിലും അതുള്ളതാണ്. ഇവരെല്ലാരും കൂടെ ഒന്നുകൂടിയപ്പോ ലാലേട്ടന് അങ്ങനത്തെ ഒരു ഇമോഷൻ ഉള്ള ഒരു സിനിമ ചെയ്യാൻ പറ്റി. ആ ഇമോഷൻ ചെയ്താൽ നമ്മുടെ ഈ സിനിമയിൽ നിന്ന് ഓടില്ല എന്ന് പറയുന്ന ഒരു കാര്യം അത് മാറ്റാനും സാധിച്ചിട്ടുണ്ട് ഈ സിനിമ. അത് ഒന്നാമത്തെ കാര്യം പെർഫോമൻസ് ആണ്. നമ്മൾ ഒരു പക്ഷേ ഇത് ലാലേട്ടൻ നല്ല പെർഫോം ചെയ്തെങ്കിൽ ഇങ്ങനെ ആവണമെന്നില്ല. ചേട്ടൻ്റെ ഒരു ഭീകരമായൊരു ആക്ടിങ് എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അല്ലേ? അതിന്റെ എല്ലാത്തരം സംഭവങ്ങളും നമുക്ക് ഒരാൾക്കും ആലോചിക്കാൻ പറ്റാത്ത ഒരു പെർഫോം. നമുക്ക് ഇതിലൊക്കെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം വെച്ചാൽ ഇതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് തൊട്ട് മുമ്പ് ഈ സീൻ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ കണ്ട എല്ലാ തമാശയും പറഞ്ഞിട്ടാണ് റെഡിയാണോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് നമ്മൾ അവിടെ മുമ്പിൽ കാണുന്ന ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇങ്ങനെ എങ്ങനെയാണ് ഇത്, എന്ത് മാജിക് ആണെന്ന് അറിയത്തില്ല. അവിടെ പോയി ആ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരാളങ്ങ് മാറും. ഈ നമ്മൾ പലരും വയ്ക്കും ഗ്ലിസറിൻ ഇട്ടും ബാക്കിയുള്ള ഇട്ടിട്ടൊക്കെയാണ് കരുതുന്നത്. നിങ്ങൾ ആ സിനിമയിൽ നോക്കിയിട്ടുണ്ടോ? തുടക്കത്തിൽ കണ്ണുനീരില്ല, എത്രയോ ലെങ്തി ഷോട്ടാണ്. അത് എങ്ങനെയാണ് അങ്ങനെ കരയുന്നത്? അതൊരു അത്ഭുതമാണ്. ഒരു രക്ഷയുമില്ലാത്ത ഒരാളാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ഇങ്ങനൊരു നടൻ മലയാളത്തിലുള്ളപ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമല്ലേ. ഇത് ഇപ്പൊ മമ്മൂക്കയെ കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ മമ്മൂക്ക ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവരൊക്കെ ഇത്രയും ഇന്ന് എന്തുകൊണ്ട് ഈ മലയാള സിനിമ ഇവരെയൊക്കെ ഓർത്തിരിക്കുന്നു? 4 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇവർക്ക് പകരക്കാരില്ല, ചെയ്യാൻ പറ്റില്ല. മറ്റു ലാംഗ്വേജിലൊക്കെ ഇത് റീമേക്ക് ചെയ്യുമ്പോൾ എല്ലാ സിനിമ പരാജയപ്പെടുന്നതിന്റെ മെയിൻ കാര്യം അല്ലേ? ഇത്തരം പടങ്ങൾ എത്രയോ കിരീടം എല്ലാ പടങ്ങളും പോയിട്ട് റീമേക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ പറ്റുന്നില്ലല്ലോ. എല്ലാരും ഇവിടെ കമ്പയർ ചെയ്യും. അത് ഒരു വലിയ
നടൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ ഇവരൊക്കെ തന്നെയാണ്. നമ്മൾ നോക്കിയാൽ ഇപ്പൊ ഈ സിനിമയുടെ ഇപ്പം മോഹൻലാൽ എന്ന് പറയുമ്പം ഒരു പുറമേക്കുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ചിന്ത കഥ വായിക്കാറില്ല, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കാറില്ല. മോഹൻലാൽ സ്ക്രിപ്റ്റ് വായിക്കാതെ സിനിമ ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമയുടെ കാര്യത്തില് ഈ സിനിമയുടെ തിരക്കഥ തിരിച്ച് ഇതിന്റെ നിർമ്മാതാവിനെ നിരന്തരം ഓർമ്മിപ്പിച്ചിട്ടുള്ള ആളാണ് മോഹൻലാൽ. അപ്പോൾ അത് എനിക്കൊന്നത് ഇതിന്റെ ഓഡിയോ കേട്ടതിന് ശേഷവും കഥ കേട്ടതിന് ശേഷവും അല്ലെ പൂർണ്ണ സ്ക്രിപ്റ്റ് വായിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ? അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ചേട്ടന് മുഴുവൻ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും ചേട്ടൻ വായിച്ചു കേൾക്കുന്നൊരു സ്വഭാവമാണുള്ളത്. അപ്പോൾ ഒരു ബൈൻഡഡ് സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ബൈൻഡ് ചെയ്തൊരു സ്ക്രിപ്റ്റ് എന്നെ ഏൽപ്പിക്കുന്നു, തരുന്നു, ഞങ്ങൾ രണ്ടുപേരോട് പോകുമ്പോൾ ചേട്ടന് ഞാൻ കൊടുക്കും. ചേട്ടൻ ഇത് ഞാനെല്ലാം കേട്ട് വായിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടൻ എന്തായാലും 2 ദിവസം ഫ്രീ ഉണ്ട്, ചേട്ടൻ എപ്പോഴെങ്കിലും വായിച്ചാൽ മതി, ചേട്ടൻ ഒന്ന് വായിച്ചു നോക്കുമെന്ന് പറയുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് അത് എടുക്കുകയും ചെയ്തു. വായിച്ചിട്ട് 1 ദിവസമോ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എഞ്ചി ഞാൻ വായിച്ചപ്പോൾ നമ്മൾ കേട്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത്, മൈന്യൂട്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വായിച്ചിട്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഓരോ സീനുകളുടെ സമയത്തും പുള്ളി ചേട്ടൻ ചെയ്യാനുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മുമ്പത്തെ സീനും അറിയാം, അത് കഴിഞ്ഞുള്ള സീൻ അറിയാം, എല്ലാം അറിയാം. ഒന്നിനും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് ആരെങ്കിലും അസിസ്റ്റൻസ് തെറ്റിയാൽ പോലും എന്തോന്നത് അതല്ലല്ലോ പ്രകാശ് വർമ്മ എന്ന് പറയുന്നത് ഉണ്ടാന്ന് വിളിച്ചു ആഡ് ഓൺ പോലും പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഈ സിനിമയുടെ കാര്യത്തില് ഈ സിനിമയിൽ നമ്മൾ ഇപ്പം രഞ്ജിത്തേട്ടനൊക്കെ 90s വന്ന ആളായതുകൊണ്ട് ഈ ചെന്നൈയും കേരളവും തമ്മിലുള്ള സിനിമയുടെ കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമായിട്ടുള്ള ആളാണ്. ഈ സിനിമയുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഏരിയ ഭാരതരാജ എന്നതുപോലെ തന്നെ മലയാളിയുടെ സിനിമയുടെ കോടമ്പാക്കം ഒരു ഇമോഷൻ ആയിട്ട് വരുന്നുണ്ട്. അതിപ്പോ ഈ പളനി എന്നുള്ള ക്യാരക്ടർ ആണെങ്കിലും ഈ ഷൺമുഖന്റെ പശ്ചാത്തലമാണെങ്കിലും ഇതെല്ലാം വരുന്നുണ്ട്. ശരിക്ക് ഏറ്റവും സർപ്രൈസ് ആയത് ഈ പറയുന്ന സ്റ്റണ്ട് ഡ്യൂപ്പ് എന്നുള്ളത് മോഹൻലാലിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയി വന്നതാണ്. എനിക്ക് ഈ സിനിമയുടെ കാര്യം നോക്കുമ്പോൾ ഇതില് കൂടിച്ചേരുന്ന ഓരോ കോൺട്രിബ്യൂഷൻസും അത് ഗംഭീരമായിട്ട് മാറുമായിരുന്നല്ലോ. നമ്മളിപ്പോ സിനിമ ആലോചിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പുള്ളി തന്നെ കാറിൽ പോകുന്നൊരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ, ഈ മമ്മൂട്ടി മോഹൻലാൽ ഇവരെല്ലാം എങ്ങനെയാണ് സൂപ്പർ സ്റ്റാർ ആയിരുന്നത്, ഈ അടിയെ കുറിച്ച്, ഈ ആക്ഷനെ കുറിച്ച്. എനിക്ക് ആ സിനിമയുടെ ക്ലോഷറിലേക്ക് വരുമ്പോൾ ഇയാൾ എന്തിനിത് പറയുന്നു എന്നുള്ളത് പുള്ളിയുടെ ഏറ്റവും വലിയ ഹൈ എന്തായിരുന്നു മനസ്സിലാവുന്നുണ്ടല്ലോ. ശരിക്കും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തില്ല അല്ലേ? ഇത് ശരിക്കും കഥ പറയുമ്പോൾ നമ്മള് മദ്രാസിൽ ഒരു കാർ ഓടിച്ചിരുന്ന ഒരു കാർ ഡ്രൈവർ സിനിമയുടെ പശ്ചാത്തലമുള്ള കാർ ഡ്രൈവർ ആയിരുന്നു, സിനിമയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന കാർ ഡ്രൈവർ. അതുകൊണ്ടാണ് അതിനകത്ത് പല സിനിമാക്കാരും അവരൊക്കെ കയറിയതിനെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ നല്ല രസമായിട്ടുള്ളതാണ്. പക്ഷെ ഇതെല്ലാം ഓക്കെ ആണെങ്കിലും ആ സമയത്ത് ഇങ്ങനെ കഥ കേട്ടതിന് ശേഷം ചേട്ടൻ പറഞ്ഞത്, നമുക്ക് ഈ പറയുന്ന എന്തായാലും ഇതിനകത്ത് ഒരു ആക്ഷൻ സീക്വൻസിൽ ഇയാളുടെ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ അതും കുറച്ച് നമുക്ക് നല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഈ മദ്രാസിൽ പഴയ ഡ്യൂപ്പുകളുണ്ട്, അവരെല്ലാം സിനിമയിൽ ഇങ്ങനെ എന്തെങ്കിലും ആകാൻ വേണ്ടി നടന്മാരാകാൻ പോയിട്ടുള്ള പണ്ട് ഡ്യൂപ്പാ, നടന്മാരാകാനായിട്ട് പോയാൽ പിന്നെ ഡ്യൂപ്പായിട്ട് അങ്ങനെ ഒരു ആയ ഒരാളാണെങ്കിൽ ഇതിന് കുറച്ചുകൂടെ വ്യത്യാസം വരുത്തില്ലേ എന്ന് ചോദിച്ച ചോദ്യം ചേട്ടൻ്റെയാണ്. ചേട്ടൻ ചോദിച്ച ആ ചോദ്യം ഭയങ്കര ഒരു വലിയ ഗുണമായിരുന്നു. ഞങ്ങളത് പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളി വന്നതിന് ശേഷമാണ് ആ ചോദ്യം മാത്രം വന്നതിന് ശേഷം അപ്പോൾ ആ ക്യാരക്ടർ അങ്ങനെ ആ രീതിയിലേക്ക് മാറ്റി. അപ്പോൾ ആ മാറ്റിയപ്പോൾ ചേട്ടൻ പറഞ്ഞ വേറെ സജഷനാണ് മുരുക എന്നുള്ളത്. എല്ലാം ഒരുവിധപ്പെട്ട ഫൈറ്റ് മാസ്റ്റർമാരും ഈ നമ്മള് ഈ ഫൈറ്റേഴ്സ് താഴെ തൊട്ടിട്ട് ഈ നെഞ്ചിൽ വെച്ചിട്ട് മുരുക എന്ന് പറയും ചെയ്യുന്നതിന് അവര് പ്രാർത്ഥിച്ചിട്ടേ ചെയ്യുള്ളൂ. ജീവൻ മരണം ഇതാണല്ലേ നമ്മളിപ്പോ ഈ കാണുന്ന മറ്റേ ഈ ഇതൊക്കെ മറ്റേ ഫ്ലെയിം ഒക്കെ വെച്ച് കത്തിക്കുന്നതൊക്കെ അല്ലേ, ആളുടെ ചുറ്റും ലോഷൻ വെച്ചിട്ട്. അത് കത്തിക്കുന്നതിന് മുമ്പ് ഒരു പൂജ കണ്ടാൽ തന്നെ നമുക്ക് വിഷമം വരും. കാരണം വെച്ചാൽ ഒരാളെ തല മുഴുവൻ മൂടി അതിനെ മുഴുവൻ മൂടി അതിട്ട് തീ കത്തിക്കുന്നതിന് മുമ്പ് ആ ആളെ നിർത്തിക്കൊണ്ട് കർപ്പൂരം ഒഴിയുന്നൊരു ഇതുണ്ട്. ആ കർപ്പൂരം ഒഴിഞ്ഞിട്ട് മാത്രമേ ആ കത്തിക്കുള്ളൂ. അപ്പോൾ അത്ര ഭക്തിയോടാണ് ഇത് കത്തിക്കുന്ന സമയത്തോളം വെച്ചാൽ അതിനകത്ത് സിഗ്നലുണ്ട്, 3 സിഗ്നലാണ്. എന്നുവെച്ചാൽ അയാൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഒന്ന് കൈ പൊക്കും, രണ്ടാമതൊന്ന് കൈ പൊക്കും, മൂന്നാമത്തെ കൈ പൊക്കുമ്പോൾ അയാളുടെ മുകളിൽ ചാക്കിടണം, ടണയ്ക്കണം. അപ്പൊ ഈ കൈ പൊക്കാൻ വിട്ടാൽ പോലും മരിക്കും. ആണ് ഭയങ്കര, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഭയങ്കര റിസ്ക് എടുക്കുന്നവരാണ് മുകളിൽ നിന്ന് ചാടുമ്പോഴും എന്തെല്ലാം കാര്യങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ചെയ്യുന്ന ആളുകള് അവര് ഭയങ്കര ഭക്തരാണ്.
അപ്പോൾ അത് ഈ ക്യാരക്ടറിൽ അത് ആഡ് ചെയ്തു. ഉം, 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 അത് ആ സിനിമയിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഉണ്ട്. ഉം, അപ്പം ഇതെല്ലാം അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ എനിക്കും ചേട്ടനും അറിയാവുന്നൊരു കാര്യമാണ്. ഉം. അപ്പോൾ പെട്ടെന്ന് തരണത് ഭയങ്കരമായിട്ട് അത് പറഞ്ഞു, ചേട്ടാ അത് അതിൽ ബെസ്റ്റ്. എല്ലാ കാലത്തും മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ഷനോട് ഭയങ്കരമായിട്ടുള്ള ഏറ്റവും പാഷൻ ഉള്ള ആക്ഷൻ ചെയ്യാൻ പാഷൻ ഉള്ള എനിക്ക് തോന്നുന്നത് ഇപ്പൊ കിരീടത്തിന്റെ സമയത്തൊക്കെ സ്റ്റണ്ട് വേണമെങ്കിൽ കൊറിയോഗ്രഫി ചെയ്യുന്നത് കമ്പൈൻഡ് ആണല്ലോ, പുള്ളി തന്നെ ചെയ്യുന്നല്ലേ. അന്ന് ഭാഷാ മാസ്റ്ററുടെ പേരിലാണെങ്കിൽ ഇരിക്കുന്നെങ്കിലും അന്ന് കിരീടത്തിലെ ഫൈറ്റ് എടുത്ത ചേട്ടനാണ്. അതെ. ശശികുമാർ സാറിന്റെ പടത്തിൽ ഫൈറ്റ് എടുത്തിട്ടുണ്ട് ചേട്ടൻ. അപ്പോൾ ചേട്ടന് ഈ ഫൈറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിനെന്തും ചെയ്യും. ആ സമയത്ത് ഞാൻ ആ പോലീസ് സ്റ്റേഷൻ ഫൈറ്റിൽ ഉള്ള കാര്യം പറയട്ടെ. അതിനകത്ത് അത് എടുക്കുമ്പോൾ ശരിക്കും അന്ന് നമ്മളെ ചേട്ടൻ അന്ന് ബിഗ് ബോസും ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഒരു 5 ദിവസം കണ്ടിന്യൂസ് നമുക്കുണ്ടെങ്കിൽ ഈ ഫൈറ്റ് തീരുള്ളൂ. അപ്പോൾ ആ ഫൈറ്റ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടന് കടുത്ത പനിയായി. പനി തുടങ്ങിയിട്ട് ചേട്ടന് എഴുന്നേക്കാൻ പറ്റരുത്, അതുപോലത്തെ പനിയാണ്. അപ്പം ഞാൻ രാവിലെ ചെന്ന് എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് പറഞ്ഞു, ഇത് എനിക്ക് വല്ലാത്ത വിഷമാണ്, വല്ലാത്ത പനിയാണ്, ഫൈറ്റുമാണല്ലോ എന്ത്. ഞാൻ പറഞ്ഞു ഞാൻ ചേട്ടൻ മുറിയിലേക്ക് വന്നിട്ടാന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ മുറിയിൽ ചെന്നിട്ട് തൊട്ട് അതിഭീകര പനിയാണ്, ഭയങ്കരമായിട്ട് പൊള്ളുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടനടുത്ത് പറഞ്ഞു, ചേട്ടാ ഇതിപ്പോൾ വേണമെങ്കിൽ ഇന്ന് ബ്രേക്ക് ചെയ്യാം, രഞ്ജിത്ത് ബിഗ് ബോസ് ഉണ്ട്, ഇത് ഇവരെല്ലാവരും ഇവിടെ കിടക്കും, രഞ്ജിത്തിന് കുറേ പൈസ പോകും, ഞാൻ പിന്നെ തിരിച്ചു വരുന്ന മാതിരി ഇവർ നിൽക്കണ്ടേ, നമ്മൾ ഇപ്പോഴേ പിടിച്ചാൽ പോലും ബിഗ് ബോസിന് പോകുന്നതിന് മുമ്പ് തീരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ ഈ പനി പിടിച്ച് എന്ത് ചെയ്യും? അത് കുഴപ്പമില്ല, അവിടെ ഇരുന്നുകൊണ്ട് ഒരു ഡോക്ടറെ ഫോൺ ചെയ്തിട്ട് ഹൈ ഡോസ് മരുന്ന് എത്രയും പെട്ടെന്ന് എങ്ങനെ മാറും എന്ന് ചോദിക്കും. ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതിന് പകരം 3 ടാബ്ലറ്റ് വെച്ച് എഴുതി വാങ്ങിച്ചിട്ട് രാവിലെ കഴിച്ച് ഉച്ചയ്ക്കും കഴിച്ചിട്ടാണ് ഫൈറ്റ് ചെയ്തേക്കുന്നത്. ഈ സ്റ്റേഷൻ ഫൈറ്റ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അത് ചെയ്ത് ഏറ്റവും അവസാനം അതിന്റെ അപ്പോൾ ഓരോന്നും കഴിഞ്ഞ് വരുമ്പോഴും നമുക്കറിയാം ജമ്പ് ചെയ്യുന്ന സാധനമൊക്കെ പനി പിടിച്ച് ഭീകരമായ പനിയുള്ള സമയത്ത് ചെയ്തിരിക്കുന്നത്. അതൊന്നും ഒരു റോപ്പിന്റെ സഹായത്തിലല്ല, അതൊക്കെ ചെയ്യും. നമുക്ക് ആ ക്ഷീണമോ ഈ വീക്കാണോ എന്നുള്ളത് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ അവിടെ അതൊക്കെ ചെയ്യുമ്പോൾ അത്രയും കാര്യമായിട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം. അത് പിറ്റേ ദിവസം 12 മണിക്ക് ഫ്ലൈറ്റ്, ശനിയാഴ്ച അവിടെ ഷൂട്ടുണ്ട്, 12 മണി ഫ്ലൈറ്റ് പോകണം. ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങി, ഈ ഫൈറ്റ് എത്തുന്നില്ല. അപ്പോൾ ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് മാസ്റ്റർ പറഞ്ഞു 2 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് തീർക്കാമെന്ന് പറഞ്ഞു. 2 മണിയാകുമ്പോൾ തീർത്താൽ ഇതിൻ്റെ ഒരു പോർഷൻ ഷൂട്ട് ചെയ്യുന്ന അതിൻ്റെ ആ അടിവശത്തുള്ള പോർഷൻ ഷൂട്ട് ചെയ്യണം, അത് കുറേ അതിന് ശേഷം ഷൂട്ട് ചെയ്യണം. 2 മണിക്ക് ഇവിടെ തീർക്കാമെന്ന് പറഞ്ഞപ്പം അത് വെളുപ്പിന് 4 മണിയായി. 4 മണിയായപ്പോൾ ഇനി ഒരു പോർഷനോടെ ഷൂട്ട് ചെയ്തെങ്കിലേ തീരാൻ പറ്റുള്ളൂ, അതിൻ്റെ ബിഗിനിങ്ങിലെ കുറച്ച്. അത് ഷൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 12 ഫ്ലൈറ്റിന് പോവുകയും വേണം, ഇത് മാറ്റാനും പറ്റത്തില്ല. ഏറ്റവും കാര്യം വെച്ചാൽ അവിടുന്ന് അതുപോലെ തന്നെ അടുത്ത സ്ഥലത്താണ് അത് ഷിഫ്റ്റ്, തൊട്ട് ഒരു അടുത്ത് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നേരെ ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് 9:30 മണി വരെ ഫൈറ്റ് ചെയ്തിട്ടാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. ഇതൊന്നും ഞാൻ പറയുന്നത് ഇത് അതിശയോക്തിയൊന്നുമല്ല. മലയാളത്തിലൊന്നും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, ഒരാളും ചെയ്യില്ല. ചേട്ടനെ പോലെ ഒരാള് വേണമെങ്കിൽ പറയാമല്ലോ, എല്ലാരും വെയിറ്റ് ചെയ്യും, ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞാൽ പനി വേണേ മാറാം, ഈ ലാസ്റ്റ് നൈറ്റ് ചെയ്തിട്ട് മാറാം. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ പഴയകാല ഇവരൊക്കെ കാണിക്കുന്ന ആത്മാർത്ഥത എന്ന് പറയുന്നത്. എന്റെ കാര്യം ആലോചിക്കുന്നേ, എന്നോട് പറയാണ് ഇതിന് എത്ര രൂപയാണെന്നറിയാമോ? ഞാൻ അങ്ങോട്ടല്ലേ പറയുന്നത്, ഇത് എത്ര രൂപയാണ്, അതുകൊണ്ട് നമുക്ക് പറ്റില്ല, രഞ്ജിത്ത് എന്ന് നമുക്ക് ചെയ്യാം, തീർക്കാം എന്ന് പറയുന്ന ഒരാളാണ്. അത് ആ മഴയത്തൊക്കെ മഴ സീക്വൻസും അതുപോലെ പ്രധാനമായിരുന്നു. എനിക്ക് അറിയാൻ പറ്റില്ല. കാരണം വെച്ചാൽ രാവിലെ നമ്മൾ ഒരു 4 മണി വരെയൊക്കെ ഷൂട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ ഷോട്ട് കഴിഞ്ഞാലും ബാക്കിയുള്ള ഷോട്ടുകൾ എടുക്കാനൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ ഞങ്ങൾ പോകുന്ന കൂട്ടത്തിലേ പോവുള്ളൂ. പോയിട്ട് ഒരു കിടന്നുറങ്ങി ഒരു 4 മണിയാകുമ്പോൾ വരും വൈകുന്നേരം. ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ലൈറ്റപ്പ് കഴിയും. ആ ഒരാളെ മനുഷ്യനെ അങ്ങോട്ട് നിർത്തിയിട്ട് ഈ ഫയർഫോഴ്സിന്റെ പൈപ്പ് വെച്ച് അങ്ങ് നനയ്ക്കുകയാണ്. അവിടുന്ന് തുടങ്ങുന്ന നനയിൽ ആ നൈറ്റ് മുഴുവൻ നിൽക്കണം. പിന്നെ അത് കഴിഞ്ഞൊരു ബ്രേക്ക് കഴിഞ്ഞ് വന്നാൽ വീണ്ടും നനഞ്ഞു വരണം. ഞാൻ ഒരാരെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ എങ്കിലും കാണിക്കില്ലേ? അങ്ങനെ ഒന്നും ചെയ്യില്ല.
അല്ല അതിന്റെയൊക്കെ പെർഫെക്ഷൻ ആണ് ആ സിനിമയിലല്ലേ? സിനിമയില് ഇതെല്ലാം സിനിമ ഇതിന് തിരിച്ചു അല്ല കൊടുക്കുന്ന മനുഷ്യ, അത് ഒരു മനസ്സൂടെ വേണം. ആക്ടർ എന്ന് പറയുമ്പോൾ അതിലൊരു മനസ്സുണ്ട്. കാരണം ഈ നിൽക്കുന്ന ഇത്രയും പേരുടെ കഠിനാധ്വാനം ഞാൻ മാത്രം വെറുതെ റെസ്റ്റ് എടുക്കുമോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി കാരവാനിലിരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറല്ല, ഞാൻ ഇതിനു വേണ്ടി വന്ന ആളാണെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ഒരാളാണല്ലോ. അതിന് ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല, ഇവിടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം എല്ലാവരും നസീർ സാറിനെ കുറിച്ച് പറയുന്ന പോലെ കുറെ കാലം കഴിയുമ്പോൾ ഇത് ചേട്ടനെ കുറിച്ച് പറയും. ഇപ്പൊ ഞാൻ ഇപ്പോഴേ പറയും. നമ്മളിപ്പോഴും പറയില്ല, എപ്പോഴും ഒട്ടും അതിശയോക്തി ഇല്ലാത്ത സാധനമാണ് മോഹൻലാലും ഈ പറഞ്ഞ തിയേറ്ററിനെ. ഇപ്പം അതിൽ ഇതിൽ ഈ മറ്റേ എലഫന്റ് വാക്സ് തിയറി ഇപ്പൊ മോഹൻലാലിനെ കണക്ട് ചെയ്തത് മലയാള സിനിമ പുള്ളിക്കൊപ്പം നീങ്ങുന്നുള്ളത്. ഇപ്പം നരസിംഹത്തിന്റെ 25-ാം വർഷം കൂടിയാണ്. നരസിംഹത്തിന് മറ്റേ ഈ ആശീർവാദിന്റെ ആദ്യത്തെ ചെക്ക് അനിൽചേട്ടന്റെ പറഞ്ഞ അതിന് തുടക്കം കുറിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ പറയുമ്പോഴേ നരസിംഹത്തിന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാലിനൊപ്പമാണ് മലയാള സിനിമയുടെ എല്ലാ റെക്കോർഡ് ബ്രേക്കിംഗ് ഹിസ്റ്ററിയും. അത് ആദ്യത്തെ 100 കോടി മുതൽ ഇപ്പൊ എനിക്കൊന്ന് തുടരും കൊണ്ടെത്തിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് പാക്ഡ് ആണ് തിയേറ്റർ. ഒരു ഇമോഷണൽ ഡ്രാമ കൊണ്ടും ഇമ്പാക്ട് ഉണ്ടാക്കാം, ലൂസിഫർ എമ്പുരാൻ പോലുള്ള ഒരു സിനിമ കൊണ്ടും ഇമ്പാക്ട് ഉണ്ടാക്കാം. പുലിമുരുകൻ എനിക്ക് തോന്നുന്നത് ഒരു 1-2 മാസം ടിക്കറ്റ് കിട്ടാത്ത, തുടരും പോലെ തന്നെ ടിക്കറ്റ് കിട്ടാത്തൊരു പടമായിരുന്നു. അത് ഇപ്പൊ ഈ 35 വർഷത്തെ ഇൻഡസ്ട്രി നിരീക്ഷിച്ചതിൽ അത് മോഹൻലാലിന് സാധ്യമാകുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഈ മോഹൻലാലിനൊപ്പം ഇൻഡസ്ട്രി ഇങ്ങനെ ഒരു പുതിയ റെക്കോർഡ് എഴുതുന്നത്? അതെന്താന്ന് വെച്ചാല് മലയാളികള് ചേട്ടൻ വന്ന ആ കാലഘട്ടം മുതൽ ഒരു 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 ആവറേജ് ആണെങ്കിൽ പോലും ആ സിനിമകൾ ഓടിച്ചുകൊണ്ടായിരുന്നത്. അതിന് താഴെയാണെങ്കിൽ മാത്രമാണ് ഫ്ലോപ്പ് ആവുന്നത്. അങ്ങനെ പോകുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ ആളുകൾക്ക് ഉദ്ദേശിക്കുന്നതിന് മുകളിലൊരു കാര്യം കിട്ടിയത് എല്ലാ നരസിംഹം എന്ന് പറയുന്ന സമയത്ത് 2000-ൽ ഇവിടെ ഇളക്കി മറിച്ച സിനിമയാണ്. അതിനുശേഷം നരൻ, അതിന് എത്രയോ സിനിമകൾ എനിക്ക് പറഞ്ഞു, ബാലേട്ടൻ തൊട്ട് അങ്ങനെ സിനിമകൾ ഇങ്ങനെ കണ്ട് എപ്പോഴും ഏത് തരം സിനിമകൾക്ക് അഭിനയിച്ചാലും ഒരു അധോലോക നായകനെ ഇന്ദ്രജാലത്തിൽ വന്നാലും ഓടും, 20-ാം നൂറ്റാണ്ട് ഓടും, രാജാവിന്റെ മോൻ ഓടും, അവിടുന്ന് അടുത്ത നെക്സ്റ്റ് പഞ്ചാഗ്നി ഓടും. 2 തരം സിനിമകൾ എല്ലാം സ്ഥലം എന്നുവെച്ചാൽ ഞാൻ പറയുന്നത് അമൃതം ഗമയ എന്ന് പറയുന്ന സിനിമ നടിച്ചത് ഇത്ര സീരിയസ് സിനിമയാണ്. അതെ, അപ്പൊ അന്ന് ഇത്ര നന്നായി ഓടിയ സിനിമകളേതൊക്കെ. അപ്പോൾ എല്ലാ സിനിമകളോടും ഹ്യൂമറും ഈ കാര്യങ്ങൾ അങ്ങനെ ജനങ്ങൾക്കൊരു ഇഷ്ടമുള്ള ഒരാളാണ്. ജനത്തിനെ നമ്മൾ ഒരു കുഴപ്പത്തിലാക്കാതിരുന്നാൽ മതി. അതെ, അവരോടൊന്ന് നീതി പുലർത്തിയാൽ അതെന്താ പറയുക. ഞാൻ മനുഷ്യനോട് പറയട്ടെ, നമ്മൾ എന്തായാലും ഞാനും ഒക്കെ ചെറിയ പ്രായത്തിൽ ഇപ്പോൾ ഞാൻ കെൽട്രോണിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു ഭാഗം നമ്മൾ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കും. എന്താ സിനിമ ക്രേസ് ആയിരുന്നു അന്നും. അപ്പോൾ ആ സിനിമ കാണാൻ പോയിട്ട് ആ സിനിമ മഹാമോശം സിനിമയാണെങ്കിൽ ഞാൻ അന്നൊക്കെ പ്രാകും. കാരണം നന്നായിട്ട് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാവുന്നതായിരുന്നു, അതുപോലും കളഞ്ഞിട്ടാണല്ലോ ഈ സിനിമയ്ക്ക് പോയെന്ന് പറയുന്നത്. അങ്ങനെ ഒരു തരം പ്രേക്ഷകരുണ്ട് ഇവിടെ, ഉണ്ടല്ലോ. അവരാണ് ആ ഭൂരിപക്ഷം. അപ്പൊ നമ്മൾ അവരെ കൂടെ ഉദ്ദേശിക്കണം. കാരണം എന്ത് പാടുപെട്ടിട്ടാണ് ഈ സിനിമ കൊണ്ടത്. ഒരു പ്രത്യേകിച്ച് ഒരു ഫാമിലി ഉൾപ്പെടെ കാണിക്കണമെങ്കിൽ ഇന്നത്തെ കാശ് എത്രയാണ്. അപ്പൊ ഒരു നീതി പുലർത്താൻ ശ്രമിക്കുക എന്നുള്ളത് അത് നമ്മൾ അതിന്റെ ഒരു ചുമതല നമുക്കുണ്ട്. ഒരു മാക്സിമം നമ്മൾ പുലർത്തണം. അത് ഞാൻ ഈ സംവിധായകരോടും എല്ലാവരോടും പറയും. നമ്മൾ എന്നോടല്ല, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ ഈ പ്രേക്ഷകരോട് നീതി പുലർത്തണം. ഇവരെല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കിയിട്ടാണ് ഈ സിനിമയ്ക്ക് വരുന്നത്. അപ്പൊ അവരോട് അങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒന്ന് കിട്ടിയാൽ ഇത് ഇപ്പോഴും ഇന്നും എനിക്ക് എൻ്റെ മനസ്സിൽ ഇത് നമ്മുടെ അത്ഭുതപ്പെടുന്ന റെക്കോർഡാണ് ഈ മലയാളം. എൻ്റെ ഈ സിനിമ ഇപ്പൊ എന്തുമാത്രം കളിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്തായാലും ഇതുവരെ ഗംഭീരമായി ഇതിപ്പോ എന്ന് വെച്ചാൽ ഇത് മാസം കഴിഞ്ഞ് മേടമാസത്തിൽ ഉത്സവം എന്നൊക്കെ പറയുന്ന പോലെ. അതെന്താ വെച്ചാൽ ഈ വെളുപ്പിനെ 3:30 കഴിയില്ലേ, 2 മണിക്ക് ഷോ. ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ DCR-നകത്ത് ഇവർ എല്ലാ ഷോയും എഴുതിയിരിക്കുന്ന വായിച്ചു പോകുക എന്നുള്ളതാണ്. നോക്കുമ്പോ എല്ലാം അഡീഷണൽ ഷോയാണ്. ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ സാധാരണ കേസിൽ ഒരു പടം ആവറേജ് ആയിട്ടേ പോകുള്ളൂ. അവിടൊക്കെ രാത്രി അഡീഷണൽ ഷോയാണ്. അപ്പൊ ഇങ്ങനെ ഷോസ് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ എങ്ങനെ ഇത് ഉറങ്ങാതെ വരുന്ന ഈ 12 മണിക്ക് പ്രായമുള്ളവർ തിയേറ്ററിലേക്ക് വരുന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതം അല്ലെ. എത്രയും പ്രായം തിയേറ്ററിലേക്ക് വരാൻ അമ്മൂമ്മമാര് വരുന്നു, ആ ഒരു സ്നേഹം വരുന്നു എന്നുള്ളത്. അതെ. പിന്നെ ഈ കഴിഞ്ഞ ദിവസം MG ശ്രീകുമാരേട്ടന്റെയും ചിത്രചേച്ചിയുടെ ഒക്കെ ഗുരുവാണ് ചേർത്തല ഗോപാലൻ നായർ. അപ്പോൾ അദ്ദേഹത്തിന്റെ മകനാണ് ശ്രീറാം. അപ്പോൾ ശ്രീറാമേട്ടൻ എന്നെ കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് സിനിമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഫോണിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രഞ്ജി ഞാനൊരാൾക്ക് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുക്കുമ്പോൾ ശ്രീറാമേട്ടൻ്റെ അമ്മയാണ്.
എനിക്ക് വിശ്വസിക്കാൻ മേല. ഉം. അപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമ കാണാൻ പോയി, ഇത്രയും നല്ല സിനിമയാണെന്ന് പറഞ്ഞിട്ട് കാണാൻ പോയതാ ഉം. എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ ഒരു ആളുകൾ ഉം. എല്ലാവരും ഇറങ്ങി സിനിമ കാണാൻ പോവാ. തിയേറ്ററിലേക്ക് പോകണമെന്ന് പിന്നെ അല്ലേ കുറെ പിന്നെ കാലമായി പോവാതിരുന്ന ആളുകളാണ്. നമുക്കൊരു പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ആ ഒരിക്കലും പോകുന്നില്ല എന്നുള്ള അത് തീരുമാനം. ഒരു വലിയ സന്തോഷമാണ്. ഇത്രയും ഉം. ആളുകൾ കുറെ പക്ഷെ അവരുടെ മനസ്സിൽ എത്രയോ വർഷങ്ങൾ മുമ്പിട്ടുള്ള മോഹൻലാൽ കിടപ്പുണ്ട്, ഉം. ശോഭന കിടപ്പുണ്ട്. ഉം. അവർക്ക് ഇപ്പോഴും അത് കാണാൻ പറ്റുകയാണ്. 40 വർഷമായിട്ട് ഇതേ അതെ. ജോഡിയുണ്ട് ഇവിടെ. അതെ. എനിക്ക് ചോദിക്കാനുള്ളത് രഞ്ജിത്തേട്ടാ, ഇപ്പം രജപുത്രയുടെ 35-ാം വർഷം എന്ന് പറയുന്ന ഭയങ്കര ഒരു ഗ്ലോറിയസ് ഇയേഴ്സിന്റെ ഇതിലാണ്. ഉണ്ട്. അതിന്റെ അതായത് ഓപ്പണിംഗ് മറ്റേ പ്രൊഡക്ഷൻ ടൈറ്റിൽ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ടൈറ്റിൽ മൊണ്ടാഷ് പോലെ ഉണ്ട്, ഉണ്ട്. വരുന്നുണ്ട്. ഭയങ്കര രസമുള്ള ഒരുപാട് മുഖചിത്രത്തിന്റെ 25-ാം വർഷമാണ്. അതെ, അതെ. അല്ല, മുഖചിത്രത്തിന്റെ 35-ാം 35 വർഷമാണ്. വർഷം. അപ്പോ ഇപ്പൊ ഈ കെൽട്രോണിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്ന കൊല്ലത്തും പത്തനംതിട്ടയിലും കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിലുണ്ട് പി ഉണ്ണികൃഷ്ണൻ നായരുടെ മകൻ ഈ സിനിമ എങ്ങനെ ഇത്ര വലിയ പാഷനായി? നേരത്തെ ഇതിന്റെ ഒരു തുടക്കം പറഞ്ഞു. അത് എങ്ങനെയാണ് ഈ ഒരു ഇത്ര വലിയ ആഗ്രഹവും, അതായത് 25-ാം വയസ്സിൽ സിനിമയിലേക്ക് എത്തണം അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമാവണം എന്ന് ആഗ്രഹിച്ചല്ലോ? ശരിക്കും അച്ഛന്റെ പാത എവിടുന്ന് ഞാൻ ശരിക്കും വല്ല രാഷ്ട്രീയത്തിൽ എത്തേണ്ട ആളാണ്. പോകേണ്ട ആളാണ്. കാരണം അത്രയും നന്നായിട്ട് അവിടെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ അവിടുത്തെ അറിയപ്പെടുന്ന വലിയ അതെ, നേതാവ്. ഉറപ്പായും. അപ്പോ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരാളായിരുന്നു അച്ഛൻ. അച്ഛന്റെ അമ്മയുടെ കുടുംബം എന്ന് പറയുന്നത് പലർക്കും അറിയാൻ മേലാത്തൊരു ചരിത്രമുണ്ട്. അമ്മയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ചേലങ്ങാട്ട് എന്ന് പറഞ്ഞതാണ്. അപ്പൊ അതെ, ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ എൻ്റെ അമ്മാവനാണ്. ഈ അമ്മാവന്റെ ഒരു കാര്യത്തിലാണ് എന്നെ സിനിമ അട്രാക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഈ വെക്കേഷൻ മൊത്തം അമ്മയോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് സിനിമ കാണാനുള്ള അവസരം ഉണ്ടാക്കി തന്ന അമ്മയുടെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു, ഈ അമ്മാവനുണ്ട്. ഇവരൊക്കെ ഏറ്റവും കൂടുതൽ സിനിമ എന്നെ കാണിക്കുകയും കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് പിന്നെ കുറച്ച് വളർന്നു വരുമ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമായി. അങ്ങനെ ഞാൻ എല്ലാ സിനിമയ്ക്ക് പോകും. അപ്പോൾ അമ്മാവൻ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അച്ഛന്താ സ്റ്റുഡിയോ. മാത്രമല്ല മലയാള സിനിമയുടെ ചരിത്രത്തില് ഏറ്റവും പ്രധാനപ്പെട്ട പേര് ദാനിയേൽ മുതലുള്ള ചരിത്രം നമ്മൾ അറിയുന്നത് ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ. ഈ പറയുന്ന ശരിക്കും സെല്ലിലോട് സിനിമയിൽ ശ്രീനിയേട്ടൻ അഭിനയിച്ച ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മാവൻ്റെ മനസ്സിനുള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളി ഒരു വിധത്തിൽ പരാജയപ്പെട്ട ഒരാളാണ് സിനിമയിൽ. സംവിധാനമല്ല, പുള്ളി സ്റ്റുഡിയോസ് തുടങ്ങി, പുള്ളി പല കാര്യങ്ങളിലും പരാജയപ്പെടായി. ഇത് നമ്മൾ ഇന്നും അറിയപ്പെടാത്തൊരു കാര്യമുണ്ട്. ദാസേട്ടൻ മറ്റേ ശരിക്കും പറഞ്ഞാൽ യേശുദാസ് എന്ന് പറഞ്ഞ ദാസേട്ടൻ പണ്ടൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന അമ്മാവനാ. ആ പടം ഇറങ്ങിയിട്ടില്ല. അതിന്റെ അന്നത്തെ പേര് ചാകര എന്നാ. അതെ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ചരിത്രമൊക്കെ അമ്മാവനുണ്ട്. പല കാര്യങ്ങളിലും പരാജയപ്പെട്ട ആളായതുകൊണ്ട് ഈ ചെറിയ പ്രായത്തിൽ തൊട്ട് എന്നോട് പറയും, മോനെ ഞാൻ അമ്മാവനൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ സിനിമ വരും എന്ന് പറയും. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയും, ഗോപി നീ ആവശ്യമില്ലാത്ത പരിപാടികൾ പറഞ്ഞു വഷളാക്കരുതെന്ന് പറയും. ഇല്ല ചേച്ചി, ഞാൻ നോക്കിയോ, ഇവനൊരു ചെറിയ കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അപ്പോൾ അവിടെ അമ്മാവന് ബുക്കുകൾ എഴുതും, ഇഷ്ടംപോലെ ബുക്കുകൾ. ഒരുപാട്. ആ ബുക്കെല്ലാം അവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രിയപ്പെട്ട രഞ്ജിക്കെന്നും പറഞ്ഞ് എഴുതി എനിക്ക് തരും. ഇതെല്ലാം ഞാൻ വായിക്കും. ഇതിലെല്ലാം സിനിമയുടെ പല പ്രശ്നങ്ങളുണ്ടാകും. പഴയ അണിയറയിലുള്ള പഴയ കാര്യങ്ങൾ ചരിത്രമാണ്. പുള്ളി എല്ലാം ചരിത്രമാണ്. ഇപ്പോഴും അത്ഭുതപ്പെടുത്താവുന്ന കാര്യം പറയാം. ഇപ്പം അത് സൂക്ഷിച്ചു എനിക്കറിയില്ല. അമ്മാവൻ മരിക്കുന്നതിന് വരെ ഉണ്ടായിരുന്ന വെച്ചാൽ എല്ലാ ഈ നമ്മുടെ ഒരു വയലാർ അന്തരിച്ചു എന്ന് പറഞ്ഞ ഒരു പത്രം വേണമെങ്കിൽ അതവിടെ ഉണ്ടാവും. എന്നിട്ട് അത് എന്തൊക്കെ നടത്തും അത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഷെൽഫിൽ ഇങ്ങനെ വെച്ചിരിക്കുക. എല്ലാ ചരിത്രവും അവിടെ രേഖകളുണ്ടാവും. അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു മലയാളത്തിന്റെ ഒരു ചരിത്ര പുസ്തകവും അല്ലേ, ജീവിച്ചിരുന്ന ചരിത്ര പുസ്തകം. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സിനിമാ മോഹം ഉണ്ടാകുന്നത്. ആ സിനിമാ മോഹം ഉണ്ടാകുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ആലപ്പുഴയിലായിരുന്നു, ചേർത്തല. പക്ഷെ ഈ സ്റ്റുഡിയോ എന്ന് പറയുന്നത് വൻ പരാജയമായിപ്പോയി. പരാജയപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതൊന്നും കൊണ്ടല്ല, കളറിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് സിനിമ മാറിയപ്പോൾ ആ മാറ്റം ഇവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു ലാബിലേക്ക് മാറാൻ പറ്റിയില്ല. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കാര്യങ്ങൾ വന്ന് കുറേ കാര്യങ്ങൾക്ക് എക്യുപ്മെൻറ്റിനൊക്കെ ഈ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബാങ്കിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അമ്മാവനൊരു വല്ലാത്ത അവസ്ഥയിലായി. അപ്പോൾ അതിനുശേഷം ഇപ്പോഴും പലർക്കും അറിയില്ല, 3 സ്റ്റുഡിയോസേ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. നെർലാൻഡ്, ഉദയ, അജന്ത. അന്ന് ഈ അജന്ത സ്റ്റുഡിയോയിലാണ് ഏറ്റവും വലിയ മികച്ച സിനിമകൾ ഉണ്ടാകുന്ന സ്ഥലം. അവിടെയാണ് അത്. മറ്റേയൊക്കെ വടക്കൻ പാട്ട് അങ്ങനത്തെ കൊമേഴ്സ്യലാണ്. അപ്പോൾ ഇത് പരാജയപ്പെട്ടു.
അതിനുശേഷം ആ ഉള്ളിലെ ആഗ്രഹമായിരിക്കാം അല്ലെ എന്തായിരിക്കാം, എന്നിൽ എന്തായാലും അതൊരു സാധനം പുള്ളി കുത്തിവെച്ചിട്ടുണ്ട്. അതറിയാതെയാണ് അറിഞ്ഞുകൊണ്ടാണ് കുത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മാതൃഭൂമി സ്റ്റഡി സെന്ററിന്റെ ഒരു അവിടുത്തെ താലൂക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിത്രഭൂമി എന്ന് പറഞ്ഞൊരു വീക്കിലുണ്ട്. അപ്പോൾ എനിക്ക് സിനിമ ഭയങ്കരമായ ആഗ്രഹം വന്നിട്ട് ഈ അവിടെ പത്മകുമാർ സാറായിരുന്നു അന്ന് അവിടുത്തെ മാതൃഭൂമിയുടെ ചീഫ് എഡിറ്റർ, അവിടുത്തെ ഈ ജില്ലയുടെ പത്തനംതിട്ട ജില്ലയുടെ. അപ്പോൾ പുള്ളി പറഞ്ഞു ചിത്രഭൂമി മാഗസിൻ രണ്ടാമത് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ ലേഖനങ്ങൾ പലതും നമുക്ക് അത്യാവശ്യമുണ്ട്, ഈ സിനിമയോട് ഇഷ്ടമുള്ളതുകൊണ്ട് രഞ്ജിത്ത് എന്തെങ്കിലും ലേഖനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു അവസരം കിട്ടിയ പോലെ ഞാൻ ആദ്യം പോയിട്ട് ഞാൻ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് ആലപ്പി രംഗനാഥനെയാണ്. അന്ന് ആലപ്പി രംഗനാഥൻ ഞങ്ങളുടെ നാട്ടിൽ താമസിക്കാൻ വന്നു. അദ്ദേഹത്തിൻ്റെ അനിയൻ വേഴപ്ര തിരുമേനി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഞാൻ വളരെ അടുപ്പമാണ്. അങ്ങനെ ഞാൻ ആലപ്പി രംഗനാഥനെ പോയി ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഇതൊക്കെ എടുത്ത് ഞാൻ ചിത്രഭൂമിയിലേക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അതിന് ഇട്ട പേര് പോലും എനിക്ക് പോകുന്നുണ്ട്, താപസ ഗായകനല്ലോ ഞാൻ എന്നായിരുന്നു. അല്ല ഞാൻ. അപ്പോൾ ഇതിങ്ങനെ വന്ന് ഇനിയിപ്പോൾ പെട്ടെന്ന് സിനിമയിലേക്ക് വരാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ ഇലക്ട്രോണിക്സ് പഠിക്കാൻ പോയി. പിന്നെ അതിനുശേഷം നടന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെയും നമ്മൾ ഈ സിനിമ ആകർഷിക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് ഞാൻ ആദ്യം ചെയ്ത സിനിമയുടെ ഒരു പ്രൊഡ്യൂസർ ആവുന്നതിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തും സിനിമ ചെയ്യുമ്പം അതിൻ്റെ ഒരു ഭാഗമായി ഞാൻ അവിടെ പോയി. എന്നുവെച്ചാൽ അതിന് ഒരു ചെറിയൊരു കാര്യങ്ങൾ സഹായമായിട്ട് അവിടെ വെച്ച് പരിചയപ്പെടുകയാണ് പള്ളാശ്ശേരിയും പട്ടണം റഷീദ്. ആ പള്ളാശ്ശേരി അന്ന് നാടക സമിതി എല്ലാം ആലുവ പ്രതീക്ഷ തിയേറ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുക. അദ്ദേഹം അന്ന് നല്ല നടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡബിൾ റോൾ അഭിനയിച്ച നാടകമാണ് പിന്നീട് മുഖമുദ്രയാക്കിയത്. അനന്തപിള്ള അഥവാ അച്ഛനപിള്ള ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ ഈ ഇദ്ദേഹം ഇങ്ങനെ കഥ പറയും, പട്ടണ റഷീദ് ഇങ്ങനെ പല കാര്യങ്ങളും പറയും. അങ്ങനെ അപ്പോൾ പട്ടണ റഷീദ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ഇങ്ങനെ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ വലിയ പൈസ ഒന്നും ഇല്ലാതെ വേണമെങ്കിൽ ഒരു സിനിമ എടുത്തുകൂടെ എന്ന് എന്നോട് ചോദിച്ചു. ഈ സിനിമ എടുത്തുകൂടെ എന്നുള്ള ചോദ്യം ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തു. ഞാൻ പറഞ്ഞു അതിന് പറ്റിയൊരു കഥ എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളാശ്ശേരി ഉണ്ടല്ലോ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളാശ്ശേരി എഴുതിയ കഥയാണ് മുഖചിത്രം. അതാണ് സിനിമയിലേക്ക് വരാൻ. ആ സമയത്ത് ഭയങ്കര കൗതുകമുള്ളതും ഒരു ട്വിസ്റ്റ്, ഈ പറയുന്ന ട്വിസ്റ്റ് ഫാക്ടറാണല്ലോ. അന്നത്തെ വലിയ ഹിറ്റാ, ഭയങ്കര അന്നത്തെ വലിയ ഹിറ്റായിരുന്നു അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ സിനിമ ഹിറ്റായെങ്കിലും തുടർന്ന് ഭയങ്കര രണ്ടാമത്തെ സിനിമ ഹിറ്റായി മുഖമുദ്ര. അത് ആ ഒരു ചെറിയ ബഡ്ജറ്റ് ഉണ്ടായ സിനിമ. അതിലും ഈ പറയുന്ന ഒരു പുതുമയുണ്ടല്ലോ, രണ്ടുപേര് ചെയ്തു. ഈ മുഖചിത്രം വൻ വിജയമായിരുന്നു. തുടർന്നാണ് മുഖമുദ്ര വരുന്നത് അല്ലെ? പേരിലും ഭയങ്കര സാമ്യം വരികയാണ്. പക്ഷെ ആദ്യത്തെ 1-2 സിനിമകൾക്ക് ശേഷം അങ്ങനെ തുടർച്ചയായിട്ട് തിരിച്ചടി നേരുകയും ചെയ്തില്ലേ? അല്ല, ചില മുഖചിത്രം കഴിഞ്ഞിട്ട് മുഖമുദ്ര വന്നു. ഇത് രണ്ടും കുഴപ്പമില്ല. ഇത് രണ്ടും എനിക്ക് എന്നെ സംബന്ധിച്ചാൽ അന്ന് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ വേറെ കാര്യങ്ങളായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ഞാൻ സ്വന്തമായ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങിയിട്ടാണ് ഒരു പടം തുടങ്ങാൻ നിൽക്കുമ്പോൾ, അന്ന് കുടുംബവിശേഷം എന്ന സിനിമ തുടങ്ങാൻ നിൽക്കുമ്പോഴാണ് അന്ന് ജയറാമേട്ടൻ്റെ കല്യാണം ഫിക്സ് ആകുന്നു. അപ്പോൾ ജയറാമേട്ടനെ വെച്ചാണ് കുടുംബവിശേഷം ആ സമയത്ത് ആലോചിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തിലകൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും നടക്കാതെ പോയപ്പോൾ പെട്ടെന്ന് വെൽക്കം ടു കൊടൈക്കനാൽ ഹിറ്റായതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത പടമാണ് പൊന്നാരം തോട്ടത്തെ രാജാവ് എന്ന് പറഞ്ഞത്. ആ സിനിമ നല്ലതായിരുന്നു, പക്ഷെ സിനിമ ഓടിയില്ല, ഭയങ്കര സാമ്പത്തിക നഷ്ടത്തിലായിരുന്നു. പിന്നീട് നാരായണൻ എന്ന് പറഞ്ഞ സിനിമ ശരിക്കും ഡിസ്ട്രിബ്യൂഷൻ, അത് നമ്മളൊരു പ്രൊഡക്ഷൻ പോലെ തന്നെയായിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു, അത് നടത്തി. ഇങ്ങനെ നല്ല സിനിമകളെടുത്ത് വൻ പരാജയത്തിലായി. സിനിമയ്ക്ക് നല്ല സിനിമയാണെന്ന് അഭിപ്രായമുണ്ട്, പക്ഷെ തിയേറ്ററിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പടങ്ങളൊക്കെ നല്ലതായിരുന്നു, പക്ഷെ സിനിമ പരാജയമായി. അങ്ങനെ പരാജയപ്പെട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. ഇന്നത്തെ പോലല്ല മനുഷ്യൻ. അന്ന് വേറൊരു വരുമാനമില്ല, സിനിമയ്ക്ക് വേറെ വരുമാനം തിയേറ്റർ മാത്രമേ ഉള്ളൂ. ഒരു വീഡിയോ എന്ന് പറയുന്നത് മാക്സിമം വന്ന് 50,000 രൂപയോ 1,00,000 രൂപയോ കിട്ടുള്ളൂ, വേറെ ഒരു വരുമാനമില്ല. അങ്ങനെ വൻ പരാജയമായി, കടം വീട്ടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കായി. അത്ര ഭീകര അന്ന് അങ്ങനെയാണ്, പരാജയപ്പെട്ടാൽ അങ്ങനെയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത അവസ്ഥ. എന്ന് വെച്ചാൽ ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനെ വലിയ കടക്കാരനായി. പക്ഷെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ മേല. പക്ഷെ സിനിമ എനിക്ക് വിട്ടിട്ട് പോകാനും വയ്യ. പിന്നെ ഞാൻ ഏത് ജോലിക്ക് പോയാലും അന്നത്തെ സമയത്ത് 15,000 രൂപ കൂടുതൽ ജോലിക്ക് അന്ന് കിട്ടത്തില്ലല്ലോ, ഇപ്പോഴായാലും ഇത്രയും കാണും, അത് കിട്ടത്തില്ല. അത് വെച്ചിട്ട് എൻ്റെ കട ഒരു ജീവിതത്തിൽ ഒരിക്കലും വീട്ടാനും പറ്റില്ല.
അപ്പോൾ ഞാൻ സ്ഥലമൊക്കെ അമ്മയൊക്കെ മറ്റേ കുടുംബത്തിലെ സ്ഥലമൊക്കെ വിറ്റു. അച്ഛൻ്റെ സ്ഥലം വിൽക്കാൻ നിർവാഹമില്ല, വിൽപ്പത്രം എഴുതി വെച്ചിരിക്കുക. നമ്മൾക്ക് കിട്ടിയ ഇതൊക്കെ വിൽപ്പത്രം എഴുതി വെക്കുന്നത് വിൽക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ കാർ ഉൾപ്പെടെ ഉള്ളതെല്ലാം വിറ്റു, എല്ലാം വിറ്റു. അങ്ങനെ നാരായൺ കഴിഞ്ഞതിന് ശേഷം അതെല്ലാം വിറ്റ്, എല്ലാം വിറ്റിട്ട് നാരായൺ കഴിഞ്ഞതിന് ശേഷം നാരായൺ കഴിഞ്ഞിട്ട് അതിനുശേഷമുള്ള ഒരു കാലഘട്ടം വളരെ പരിതാപകരമായിരുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ മേലാത്ത സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു കാര്യം പറഞ്ഞത്, ഈ ഒരുപാട് സുഹൃത്തുക്കളുണ്ടെങ്കിലും ഒരു 5 or 10 സുഹൃത്തുക്കൾ വെച്ച് സിനിമയിൽ പരാജയപ്പെട്ടാൽ എല്ലാവരും ഉപേക്ഷിച്ച് പോകും. പിന്നെ പരാജയപ്പെട്ട നിർമ്മാതാവാണല്ലോ. പിന്നെ ഒരു സിനിമയുടെ പൂജയ്ക്ക് പോലും നമ്മളെ വിളിക്കില്ല. കാരണം പരാജയപ്പെട്ട ആൾ പൂജയ്ക്ക് വരുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സിനിമയ്ക്ക് പൂജ വയ്ക്കാറില്ല. ഇല്ല, ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ലൊക്കേഷനിൽ നമ്മൾ തന്നെ കൊളുത്തും. കാരണം ജീവിതത്തിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, സക്സസ് ഇല്ലാത്തവനെ പൂജയ്ക്ക് പോലും വിളിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്തരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിയാവുന്ന ഈ സമയത്ത് ഏത് പ്രായമാണ്? അപ്പോൾ ഒരു ആയിട്ടില്ല, 30 വയസ്സിന് താഴെയാണ്. ഞാൻ 28-29 വയസ്സാണ്. 24ാമത്തെ വയസ്സിലാണ് ഫസ്റ്റ് ഫിലിം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കാലഘട്ടം എന്നെ സംബന്ധിച്ച് ഭയങ്കര, ഒരിക്കലും ഓർത്തെടുത്താൽ പോലും ഞാൻ ഇമോഷണൽ ആവുന്ന കാലഘട്ടമാണ്. അത്ര ഭയങ്കര ഭീകരമായ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വീടെന്ന് പറയുന്നത്, എൻ്റെ കുടുംബം എന്ന് പറയുന്നത്, എൻ്റെ ചേച്ചിയാലും ഞാൻ എല്ലാവരും ഭയങ്കര സെറ്റിൽഡാണ്. അപ്പോൾ ഞാൻ സിനിമയിലേക്ക് എൻ്റെ ജോലിയും കളഞ്ഞൂടെ വന്നിട്ട് ഇത്രയും ഒരു ബുദ്ധിമുട്ടിലേക്ക് പോയതുകൊണ്ട് എല്ലാം കുറ്റപ്പെടുത്തലും എൻ്റെ മുകളിലേക്കായി. എനിക്കൊന്നും ചെയ്യാൻ ആരും വഴിതിരിച്ചു വിടാൻ നോക്കില്ലല്ലോ. മാത്രമല്ല ഈ ഗോപി അമ്മാവന്റെ കാര്യം പറഞ്ഞ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുമ്പോഴാണ് TS സജി എന്ന് പറഞ്ഞ എൻ്റെ ഭയങ്കര സുഹൃത്താണ്. അദ്ദേഹമാണ് വന്നിട്ട് എന്നോട് പറഞ്ഞത്, ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്, എൻ്റെ പ്രൊഡ്യൂസർക്ക് സമയമില്ല, എന്നെ പറ്റിക്കാൻ വേണ്ടി പ്രൊഡക്ഷൻ കൺട്രോൾഡായിട്ട് വരുമോ എന്ന് ചോദിക്കാനുള്ള മടികൊണ്ട് പ്രൊഡ്യൂസർ, എൻ്റെ സുഹൃത്തുമാണ്, നിർമ്മാതാവുമാണ്, വിതരണക്കാരൊക്കെ, എന്നെ പ്രൊഡ്യൂസർക്ക് സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എനിക്ക് സഹായിക്കണമെന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സജി എന്താണ്, അല്ല അതൊക്കെ നമ്മളെല്ലാം ഫിക്സ് ചെയ്യണം. പിന്നെ പ്രൊഡ്യൂസർ തങ്കച്ചൻ എന്ന് പറഞ്ഞ ആളാണ്, നമുക്കിടയുള്ള ജോർജിൻ്റെ ചേട്ടനാണ്, മരിച്ചുപോയി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എന്നെ പ്രഷർ ചെലുത്തിയിട്ടാണ് ഞാൻ ആദ്യത്തെ സിനിമ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എനിക്കറിയാം ഇവരെന്നെ സഹായിക്കാനാണ്, എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് മാറ്റാനുമാണെന്നറിയാം. ഞാൻ ആ സിനിമ ആത്മാർത്ഥമായി ചെയ്തതിൻ്റെ പേരിൽ പിന്നീട് അടുത്ത സിനിമ തൊട്ട് പിന്നെ എനിക്ക് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത പോലെ സിനിമകളായി. എന്താണ് കാരണം എന്ന് ഞാൻ പറയാം. ഒരു സിനിമാ നിർമ്മാതാവിൻ്റെ വിഷമം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ആ സിനിമാ നിർമ്മാതാവിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം ഞാൻ പൊക്കോണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതില് കടം വീട്ടുക എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം എൻ്റെ മുമ്പിൽ എയിം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തിയേറ്ററുകളിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഉള്ള കടം എന്ന് പറയുന്നത് വീട്ടാൻ വേറെ മാർഗമില്ലല്ലോ. അപ്പോൾ അന്ന് സിയാദ് കോക്കർ എന്ന് പറഞ്ഞ ഒരാള് നമ്മുടെ ഈ നോർത്തിലേക്കുള്ള കടങ്ങളെല്ലാം പുള്ളി വീട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളിയുടെ നിരന്തര സിനിമ ഞാനാ ചെയ്യുന്നത്, കാശ് വാങ്ങിക്കത്തില്ല, അവൻ കൊടുത്തേക്കാൻ പറയും. പുള്ളിക്ക് എല്ലാവരുടെയും അറിയാം, ഞാനങ്ങ് ഏൽപ്പിക്കും. പുള്ളി പറഞ്ഞ് ഞാൻ കൊടുത്തേക്കാം എന്ന് പറയും. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അറിയണ്ട. സൗത്തിലേക്കുള്ളത് ദിനേശ് പണിക്കരായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം എത്തിയപ്പോൾ ഇതെല്ലാം തീർന്നു. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാണ്, ഇതെല്ലാം ഭയങ്കര അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഉള്ളിൽ ഇമോഷൻ ഉണ്ട് എന്ന് പറയുന്നൊരു കാര്യമാണ്. ഒരുത്തൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നും, ഒരുത്തൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും, ഒരുത്തൻ്റെ സങ്കടം എന്താണെന്നും, അവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണെന്നും, അവൻ എങ്ങനെയൊക്കെ ബാധിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് പോവില്ല. അല്ല പോവില്ല. അതിൽ നിന്നാണ് ഞാൻ ഇത്രയും ഈ സ്ട്രഗിൾ ചെയ്തിട്ട് വന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഞാനും ഇപ്പൊ നമ്മുടെ ചിപ്പിയായിട്ടുള്ള പ്രണയമൊക്കെ ഉണ്ട്. പക്ഷെ അന്നും ഞാൻ പറഞ്ഞു, ഞാൻ അന്നും ചിപ്പയോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ, നമുക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കിയിട്ടേ കല്യാണമുള്ളൂ. അങ്ങനെ ആദ്യം ഞാൻ വർക്ക് ചെയ്യുന്ന പടങ്ങളിലെങ്കിലും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ യൂണിറ്റ് തുടങ്ങി. ആ യൂണിറ്റ് സക്സസ് ആയി. അങ്ങനെ യൂണിറ്റ് സക്സസ് ആയപ്പം ഒരു ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ ചെയ്തു. അത് ബമ്പർ ഹിറ്റായി. ബമ്പർ ഹിറ്റായപ്പോൾ ഞാൻ ചിന്താമണിക്കുല കേസ് ചെയ്തു. അത് അടുത്ത ഹിറ്റായി.
ശരിക്കും തിരിച്ചുവരവ് ചിന്താമണി കൊലക്കേസ് അല്ലേ? ചിന്താമണി കൊലക്കേസ്. അപ്പൊ ഈ അപ്പൊ ഈ ബാനർ ശരിക്കും രജപുത്ര ഒരിക്കലും മാറ്റിയില്ല. അല്ല, ആദ്യം രജപുത്ര വിഷ്വൽ മീഡിയ രജപുത്ര ഫിലിംസ് ആയിരുന്നു. രജപുത്ര വിഷ്വൽ മീഡിയ എന്നാക്കി. അത് മാറ്റി. മാത്രമേ മാറ്റുള്ളൂ. ഈ രജപുത്ര ഒരിക്കലും ഞാൻ മാറ്റില്ല. മാറ്റിയില്ല. അപ്പൊ സ്വരവേ ആളുകൾ പരാജയമാണെങ്കിൽ അടുത്തത് പുതിയ പേരെടുക്കുന്നു. എന്തിനാണെന്ന് വെച്ചാല് പണ്ട് ഫൈനാൻസ് ചെയ്യുന്നവരൊക്കെ ഈ പേര് മാറ്റിയാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, ഇതിൽ പിടിക്കും. അതിനു വേണ്ടി പേര് മാറ്റിക്കൊണ്ടിരിക്കും. കടങ്ങളെ ഞാൻ അന്ന് തീരുമാനിച്ചു വെച്ചാൽ എന്റെ ഈ തുടങ്ങിയ പേര് എന്നിടാൻ പറ്റുന്ന അന്ന് ഇടുകയുള്ളൂ. അതുവരെ ഞാൻ അത് നിന്നിട്ടില്ല. അങ്ങനെ അതിനുശേഷം പിന്നീട് ഓരോ തീരുമാനങ്ങളും ശരിയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇപ്പൊ ഈ തുടരും വരെ എത്തിയത്. ഇതിൽ വേറൊരു കാര്യമുണ്ടല്ലോ, ഇപ്പം ഒരു നിർമ്മാതാവായി വരുന്ന ഒരാള് ഇപ്പം ഭയങ്കര നിർമ്മാണം ഇത് ചെയ്യുന്നു. അന്ന് രഞ്ജിത്തേട്ടൻ ഇപ്പം നിർമ്മാതാവായി വരുന്ന ഒരാൾ മറ്റൊരു നിർമ്മാതാവിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആവുക എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ചിലർക്കെങ്കിലും ഒരു ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. പക്ഷെ അതില്ലാതെ അതിലൂടെ മറികടക്കുന്നു പലപ്പോഴും ഒരു നിർമ്മാതാവ്. ഞാൻ ഇത് ഭയങ്കര എനിക്ക് പല കാര്യങ്ങളും അതിലേ അറിയാം. എന്നാലും ഒരു പടവെട്ടി തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങളും ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇവരിൽ ഏറ്റവും ട്രസ്റ്റ് ഉള്ള ഒരു യൂണിറ്റ് ആണ് രജപുത്ര വിഷ്വൽ മീഡിയ. എത്രയോ ചോദിക്കുന്നവരറിയാം, രജപുത്ര വിഷ്വൽ മീഡിയ മറ്റേ യൂണിറ്റ് പല നിർമ്മാതാക്കളുടെയും പേയ്മെന്റ് പോലും ഇത് പിന്നേക്ക് മതി എന്ന് വെച്ചാൽ അവിടെ ഒരു പ്രഷർ ഇല്ലാത്തൊരു യൂണിറ്റ് ആണ് മാറുന്നത്. ഇപ്പൊ ഒരു സ്വന്തമായി സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയിലുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ രഞ്ജിത്തേട്ടന്റെ തന്നെ സ്റ്റാഫാണ്. അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ. അത് മാത്രമല്ല കോവിഡ് 2020 വന്ന സമയത്ത് ഒരുപക്ഷെ ഈ സിനിമാ സംഘടനകള് ഈ പറഞ്ഞ സിനിമയിലെ യൂണിറ്റ് അംഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം എത്തിക്കുന്നതിന് മുമ്പ് ആദ്യ സഹായം നൽകിയ യൂണിറ്റ് കൂടി രജപുത്രയുടെയാണ്. ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ സാധ്യമാവുന്നിടത്ത് ഞാൻ പറഞ്ഞ അന്നത്തെ ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു? ഒരു ചെറിയ പ്രായമാണല്ലോ, ചെറുപ്പക്കാരനാണ്, അച്ഛൻ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ്. അങ്ങനെ ഇരിക്കെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടെങ്കിലും ചുറ്റുള്ളവർ ചിലപ്പോൾ പരിഹസിക്കാലോ, പ്രൊഡ്യൂസറായി വന്ന കക്ഷിയാണ് ഇപ്പൊ ഈ കാര്യങ്ങളിലേക്ക് തിരിയുന്നത്. അന്നത്തെ ശരിക്കും ഈ ആത്മവിശ്വാസം എന്താ ശരിക്കും? അത് അല്ല, ഈ വിശ്വാസത്തൊക്കെ ഉപരി നമ്മളെ വിഷമിപ്പിച്ച കാര്യങ്ങളറിയാം. ഒരു കാർ എടുക്കുമ്പോൾ പോലും, ഒരു കാറ് ഞാൻ ആദ്യത്തെ കാർ വാങ്ങിക്കുമ്പോൾ പോലും എൻ്റെ സുഹൃത്തുക്കളല്ലാത്ത പലരും പറയുന്നുണ്ട്, ഒരു 4-5 മാസം കഴിയുമ്പോൾ CC കാർ കൊണ്ടുപോകും എന്ന് പറഞ്ഞ അവസ്ഥ പോലും ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും അല്ല മനുഷ്യൻ. കാരണം വെച്ചാൽ പ്രയത്നം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാം, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം പണ്ടേ ഉണ്ട്. പക്ഷെ എന്ന് വെച്ച് കാക്കയ്ക്ക് കുളിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കാക്ക കൊക്കാവത്തില്ല, പക്ഷെ കുളിക്കാമല്ലോ എന്ന് പറഞ്ഞാലേ ഞാൻ അത്തരം കാര്യങ്ങളിൽ സത്യം പറഞ്ഞ് വിശ്വസിക്കുന്നു. ഒന്ന് ദൈവം, ഒന്ന് പ്രയത്നം. അത് ഒരിക്കലും ഞാൻ കളഞ്ഞിട്ടില്ല. ഈ ശരിക്കും ഓരോ സമയത്തും ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും ഈ അതേ നിർമ്മാതാക്കൾ അടുത്ത സിനിമയ്ക്ക് വെക്കണമെങ്കിൽ എന്തെങ്കിലും ഗുണം വേണ്ടേ? ട്രസ്റ്റ് വേണമല്ലോ. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആദ്യത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ തന്ന ഒരാളാണ് മമ്മൂക്ക. കാരണം ഈ ജോലി ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഈ ചോദ്യം ഇപ്പൊ ചോദിച്ച ചോദ്യമല്ലേ ഇത്? മമ്മൂക്ക ഒരു കാർ യാത്ര എന്നോട് ചോദിച്ച ചോദ്യാ. ഇത്രയും കാര്യം ഇതൊരു സിനിമ നിർമ്മാതാവ് ഇതുപോലെ ഇങ്ങനെ നടന്നൊരാള് ഇപ്പൊ ഈ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് ജോലി ചെയ്യും. നിങ്ങൾ നിർമ്മിച്ച സിനിമയുടെ തന്നെ സംവിധായകനായിരുന്നവരുടെ പടങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾക്ക് ആ വിഷമം ഉണ്ടാവില്ല? രഞ്ജിത്ത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് ഒരൊറ്റ കാര്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഒറ്റ മമ്മൂക്കോട് പറഞ്ഞ, നമുക്ക് എന്നൊക്കെ ഒറ്റ കാര്യമുള്ളൂ. ഞാൻ സിനിമ വരുന്നതിന് മുമ്പ് തിയേറ്ററിൽ പടം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ വേർത്തൊലിച്ച് ഞാൻ തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ അന്ന് കണ്ട് കൈയടിച്ച മമ്മൂക്ക ഓടിക്കുന്ന വണ്ടിയുടെ ലെഫ്റ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. അന്ന് കൂട്ട് ഞാനാ. അപ്പോ സത്യസന്ധമാണ് മമ്മൂക്ക ആ 2 കൈയും ഇട്ടിട്ട് സ്റ്റിയറിംഗ് കൈവിട്ടിട്ട് കൈയടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാം നടത്താൻ പോകാന്ന് പറഞ്ഞു. രഞ്ജിത്ത് സിനിമയിൽ നിർമ്മാതാവ് തിരിച്ചു വരും എന്ന് പറഞ്ഞു. അത് സത്യസന്ധമായി പറയണം. ആ വാക്ക് വലിയ വാക്കാ. ഞാനത് ഒരു ഫംഗ്ഷനിൽ മമ്മൂക്കയെ നിർത്തിക്കൊണ്ട് ഏഷ്യാനെറ്റിന്റെ അവാർഡ് മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാരണം അത് മറക്കാൻ പറ്റില്ല. അത് മാത്രമല്ല അത് തരുന്ന ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ. എനിക്കൊന്ന് ആ സമയത്ത് രഞ്ജിത്തേട്ടൻ ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ വലിയ ഒരു അവസ്ഥയിലേക്ക് മാറ്റം വരുത്താനുള്ള ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുള്ള പുള്ളിയാ. അത് മാത്രം എനിക്ക് തോന്നുന്നു ഒരു തുടരും എന്നുള്ള സിനിമയുടെ സക്സസിൽ ഏറ്റവും സന്തോഷിക്കുന്ന മമ്മൂക്കയായിരിക്കും അല്ലേ? മമ്മൂക്ക കണ്ടിട്ടില്ല, സിനിമ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു എല്ലാം ഞാൻ പറഞ്ഞ ഈ നമ്മളൊക്കെ ഇമോഷനായി പോകുന്ന വെച്ചാല് സ്വാഭാവികമായിട്ടും നമ്മുടെ വഴികളിലൊക്കെ മുള്ളുകളുണ്ടായിരുന്നു. എപ്പോഴും തരണം ചെയ്ത് പോകുമ്പോ ഒരു ധൈര്യം തരണ്ടേ? ആ ധൈര്യം നമുക്ക് കിട്ടണ്ടേ? അവിടെയാണ് നമ്മുടെ സക്സസ്. ഈ 35 വർഷമായി, 35 വർഷം എന്നുള്ളതാണ് രജപുത്ര വിഷ്വൽ മീഡിയ എന്നുള്ളത്.
ശരിക്കും ഇപ്പം സീരിയലിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ ആണ്. വെബ് സീരീസിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞു. വെബ് അതെ. സീരീസ് ഏറ്റവും ഹോട്ട്സ്റ്റാറിന്റെ റീസെന്റ് ഉള്ള ഏറ്റവും സക്സസ്ഫുൾ വെബ് സീരീസ് ആയി. അതെ. തുടരും വരുന്ന സമയത്ത് 2025 ഏറ്റവും സക്സസ്ഫുൾ മലയാളം സിനിമകളിലൊന്നായി മാറിയുന്നത്. ഇപ്പം ഈ രഞ്ജിത്തേട്ടൻ മുഖചിത്രത്തിൽ നിന്ന് ഇവിടെ നോക്കുമ്പോൾ കരിയറിൽ ഏറ്റവും പീക്കിലാണ്. സക്സസിന്റെ കാര്യത്തിൽ അതെ. പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ തൊട്ടതെല്ലാം പൊന്നാക്കുക എന്നുള്ള ഒരു പ്രയോഗത്തിന് പറയുന്നതാണ്. ആ ഘട്ടത്തിൽ എന്താണ് ഒരു ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രഞ്ജിത്തേട്ടന്റെ ഫീലിംഗ്? ഇല്ല, മനുഷ്യൻ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, പരാജയങ്ങൾ ഏറ്റിട്ടുള്ളതുകൊണ്ട് പരാജയപ്പെടാതിരിക്കാനുള്ള ശ്രമം ഉണ്ടാവും. നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും നമുക്കൊരു കുഴപ്പത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കും. ഈ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നത് അതിൻ്റെ ഒരു കഷ്ടപ്പാട് ഒരുപാട് അറിയാമല്ലോ. ഈ തിരിച്ചിതിലേക്ക് എത്താൻ എല്ലാം നഷ്ടപ്പെട്ടിട്ട് അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പെട്ട പാട് എനിക്കറിയാം. അതും എൻ്റെ ഒരു 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 വയസ്സിന്റെ എത്രയോ വയസ്സുകളാണ് ഞാൻ അത് നല്ല പ്രായം സ്ട്രഗിൾ ചെയ്തത്. ചെറുപ്പം, പ്രണയം, മറികടന്നിട്ടാണല്ലോ ഞാൻ എല്ലാം അപ്പോഴൊക്കെ ഈ സത്യസന്ധമായി കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പൊ ഇതെല്ലാം നടത്തി പോയിട്ട് സിനിമ ഓരോന്നെടുക്കുമ്പോഴും എൻ്റെ മുമ്പിൽ അത് അടുത്ത് പരാജയപ്പെടാതിരിക്കാനുള്ള ശ്രമം ഞാൻ നോക്കും. ചെറിയ ചെറിയ പരാജയങ്ങളാണെങ്കിൽ നമുക്ക് തിരിച്ചു വരാനെങ്കിലും പറ്റും. പക്ഷെ അതുകൊണ്ട് ആ സിനിമകളിലും പ്രോജക്റ്റുകളിലും ഒക്കെ ഞാൻ അമിതമായി ശ്രദ്ധിക്കും. കാരണം വേറൊന്നുമല്ല, അനാവശ്യമായ കാര്യങ്ങൾ ചിലവാക്കപ്പെടാതെയും അല്ലെങ്കിൽ വേണ്ടത് ആവശ്യമുള്ളത് വേണമെന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സും. പിന്നെ സിനിമയുടെ മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ, അതിൻ്റെ ടോട്ടാലിറ്റിയെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. അതിന് എന്ത് വേണമെന്ന്. ഇപ്പോൾ 2 Countries എന്ന സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അത് ബാംഗ്ലൂരാണ് ഇവർ ആദ്യം വെച്ചത്. ഞാൻ പറഞ്ഞു, ബാംഗ്ലൂരൊന്നും ഇംഗ്ലീഷ് പറയുന്ന ഈ പരിപാടി നടക്കില്ല, നമുക്ക് വേറെ രാജ്യത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഞാൻ ഷാഫിയോട് പറഞ്ഞ് നേരെ കാനഡയിലേക്ക് കൊണ്ടുപോയാണ്. ഞാനാ ഒരു നിർമ്മാതാവ് പറയത്തില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ടാണ് എല്ലാവരും ലാൽ ജോസിന്റെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ പല ലൊക്കേഷനിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം ഫെസിലിറ്റീസ് തന്ന ഒരു നിർമ്മാതാവിനെ ഞാൻ കണ്ടിട്ടില്ല. അത് എല്ലാവരായാലും എൻ്റെ വെബ് സീരീസ് വിഷ്ണു ആയാലും എല്ലാവരും പറയും, തരുണായാലും എല്ലാവരും. എന്നുവെച്ചാൽ നമുക്കത് മാത്രമേ ഉള്ളൂ. ഇത് നന്നാകാൻ വേണ്ട ഒരു കാര്യത്തിൽ അതിന് ഞാൻ ഒരു കാരണവശാലും ഒന്നും പിടിച്ച് വെക്കത്തില്ല. അതിൻ്റെ മാക്സിമം അവസാനം വരെ ഇത് നന്നാകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ നടക്കുന്നു കാരണങ്ങൾ, പക്ഷെ ശ്രമിക്കും എല്ലാത്തിനും, അതേ ഉള്ളൂ. രഞ്ജിതന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ തന്നെ സംസാരത്തിലാണ് ഇപ്പൊ ഈ ദുരഭിമാനം ഇതുമായി ബന്ധപ്പെട്ട ഒരു സാധനം ഞാൻ ഒരുപാട് പറയുന്നത്. എന്തായാലും ഇപ്പൊ വഴക്കൻ 18 ആണ് മലയാളത്തില് ഡയറക്ട് ചെയ്ത് രഞ്ജിത്തേട്ടന്റെ ഒരു ഡയറക്ഷനിൽ വന്ന ബ്ലാക്ക് ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ റീമേക്ക് ആയിരുന്നു. അതുപോലും ഭയങ്കര രസമുള്ള ചോയ്സ് ആയിരുന്നു. അത് ഭയങ്കര സക്സസ് ആയില്ലെങ്കിൽ പോലും ആ തീരുമാനം വളരെ പ്രധാനമാണല്ലോ. ആണെങ്കിൽ അവിടെയും ഒരു കമേഴ്ഷ്യൽ സിനിമയ്ക്കുള്ള സാധ്യത നോക്കാം. അങ്ങനെ ഒരു തീരുമാനം അന്ന് എടുത്തതിന് വേണ്ടി എന്താ? അല്ല, ഒന്നുമില്ല, എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തപ്പോൾ ഈ സിനിമ ശക്തിയല്ലേ. അപ്പോൾ എനിക്ക് എങ്ങനെങ്കിലും ആ സിനിമ ഒന്ന് ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നിട്ട് ഞാൻ തന്നെ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ വേറൊരാളത് എടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇരുന്ന സമയത്താണ് രാജേട്ടൻ എന്നോട് പറഞ്ഞു, പുള്ളിയുടെ നിരഞ്ജൻ, അപ്പോൾ എനിക്കിങ്ങനെ മകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്, ഞാൻ ഈ സിനിമ ചെയ്യട്ടെ എന്ന് ചെയ്യുന്നത്. ചെയ്യുമ്പോഴും വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ എപ്പോൾ പോയാലും അത്തരം സിനിമകളെന്ന് വെച്ചാൽ നമ്മൾ ആ സിനിമ ഇപ്പോഴും കണ്ടു നോക്കിയാൽ അറിയാം, അത് ഓടിയിട്ടില്ല, പുതുമുഖങ്ങളായിരുന്നു അതുകൊണ്ട്. പക്ഷെ ആ സിനിമ ഒരു നല്ല സിനിമയാണെന്ന് എനിക്കറിയാം, എല്ലാവരും കണ്ടവരൊക്കെ. അപ്പൊ അങ്ങനത്തെ ചില ഈ പ്രമേയങ്ങൾ നമ്മളെ അട്രാക്ട് ചെയ്യുമല്ലോ. ഇപ്പൊ ഈ പ്രമേയത്തിന് അട്രാക്ട് ചെയ്യുന്ന ഒരു കാരണമുണ്ട് അല്ലേ? ഭയങ്കര പ്രധാനപ്പെട്ട ലാലേട്ടന് മുമ്പ് അങ്ങനെ ഒരു വിഷയം അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പോ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രാധാന്യമാണ്. ഞാൻ പിന്നീട് സംവിധാനം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം ഇതിൽ ഈ പ്രയത്നം എന്ന് പറയുമ്പോൾ സക്സസിലേക്കുള്ള പ്രയത്നം തന്നെ ആയിരിക്കുമല്ലോ ആലോചിക്കുന്നത്. ഒരു കാര്യം ഇവിടെ ഉണ്ടല്ലോ, ഇപ്പം ഒരുപാട്, അതായത് രഞ്ജിത്തേട്ടൻ തന്നെ പറയാത്തൊരു കാര്യമാണ്, മോഹൻലാലിന്റെ ഒരു കുടുംബാംഗമാണ്, അല്ലെങ്കിൽ മോഹൻലാലിന്റെ മറ്റൊരു പത്തനംതിട്ടക്കാരൻ എന്ന് പറയുന്നതിനപ്പുറത്ത് മോഹൻലാലിന്റെ ഫാമിലിക്കകത്തുള്ള ഒരാളാണ്. ചേട്ടൻ എന്ന് വിളിക്കുന്നത് ഈ പറഞ്ഞ സിനിമയ്ക്കകത്ത് കുടുംബത്തിലെ അടുപ്പം കൂടി കൊണ്ടാണല്ലോ. അത് സത്യത്തില് ഒരു തരത്തിലും അങ്ങനെ ദുരുപയോഗിക്കാനോ, അതായത് 12 വർഷം കാത്തിരിക്കുവാണല്ലോ ചെയ്യുന്നത്. അത് മോഹൻലാലുമായിട്ടുള്ള അടുപ്പം ശരിക്ക് എവിടെ തുടങ്ങുന്നതാണ്? ചേട്ടനെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒന്നും ചേട്ടൻ ഒരു വലിയ ലെവൽ നിൽക്കുമ്പോൾ പോലും ഞാനിങ്ങനെ ഒരു ബന്ധുവാണെന്നൊന്നുമല്ല, ചേട്ടനാണ് പലരോടും പറഞ്ഞത്. അല്ല, കാരണം ഞാൻ പറയാത്തതുകൊണ്ടല്ല, ഞാനായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന കാര്യം, ചേട്ടൻ ഒരു ലെവൽ എത്തുന്നതിന് മുമ്പ് എനിക്ക് സിനിമ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ സിനിമ അന്ന് നടന്നില്ല. സിനിമ നടക്കാത്തൊരു കാര്യം, അത് ആലോചന വരുമ്പോഴേ ഞാൻ പൊളിഞ്ഞു.
പിന്നെ എനിക്ക് ഒരിക്കലും ഒരു സിനിമ എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. സാഹചര്യമായിരുന്നില്ല. പിന്നീട് അതിനുശേഷം സിനിമ എടുക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലും ഞാൻ ചെന്ന് ആദ്യം പറയുമ്പോൾ റെഡ് ചില്ലീസ് എന്ന സിനിമ പോലും ഒന്നും ആലോചിച്ചിട്ടില്ല. റെഡ് എന്നോടുള്ള ചില്ലീസ് അങ്ങനെ കഥ തന്നെ കേട്ടിട്ടില്ല. ഒന്നുമില്ല. എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ആ സിനിമ ചെയ്തത്. അത് ഈ പറഞ്ഞ പോലെ ആന്റണിയും 10 വർഷങ്ങൾക്ക് മുമ്പേ എന്നെ അറിയാം. അപ്പോൾ അതൊരു സ്നേഹമാണത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ സ്നേഹം തോന്നിയിട്ട് ഒന്നും ചോദിക്കില്ല. പിന്നെ ഈ അന്ന് ഞാനിതിപ്പോൾ നമ്മുടെ ഒരു ഇന്റർവ്യൂവിൽ പറയാണ്, ആക്ട് ചെയ്യുന്നതിൻ്റെ കാശിൽ പോലും എനിക്ക് ഇത്രയും വേണ്ട എന്ന് പറഞ്ഞ ഒരാളാണ്. അന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കാശ് ഞാൻ കൊടുക്കുമ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് രഞ്ജിത്തിൻ്റെ ഇത്രയും പൈസ വേണ്ട എന്ന് പറയുന്ന ഒരു സ്വഭാവം കൂടെ ഉണ്ട്. ഈ ബന്ധങ്ങൾക്ക് വലിയ ഒരു വാല്യൂ ഉണ്ട്. അതൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പം അതിനുശേഷം ഈ സിനിമയ്ക്ക് ഇത്രയും വർഷത്തെ കാത്തിരിപ്പിന് പോലും ഒരിക്കൽ പോലും അതിനകത്ത് അത് ചേട്ടനറിയാം, നന്നാക്കാതെ അല്ല നല്ലതാക്കാതെ ഞാൻ വരുന്നില്ല, അല്ലെങ്കിൽ കാത്തിരിക്കുന്നതിനകത്ത് അത് എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ കാണുമ്പോൾ ഒരു നല്ല കഥ നമുക്ക് ആക്കണ്ടേന്ന് ചോദിക്കും. ഇത് തന്നെ ആന്റണിയും ചോദിക്കും, എല്ലാരും ചോദിക്കും. അത് മോഹൻലാൽ ഓക്കെ പറഞ്ഞ മോഹൻലാൽ ചെയ്യാനിരുന്ന സിനിമ നിർമ്മാത ഇത് കുറച്ചുകൂടി നന്നാക്കി കൊണ്ടുവരണം. അത് ചേട്ടൻ എല്ലാ സ്ഥലത്തും പറയുന്നുണ്ടല്ലോ. അപ്പൊ പക്ഷെ ചേട്ടൻ തന്നെ പറയുന്നൊരു കാര്യം വെച്ചാൽ ഇത് മനുഷ്യൻ ഒരു ദൈവ നിശ്ചയം പോലെ ആയിരിക്കാം. ഇന്നത് ഈ ഒരു അവസ്ഥയിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ എവിടെ ആയാലും ഈ തുടരും എന്ന് പറഞ്ഞ സിനിമ രേഖപ്പെടുത്തും. അതെ, ഉറപ്പായും. ലാലേട്ടന്റെ എത്ര നല്ല സിനിമകളുടെ ഇടയിൽ തുടരും ഉണ്ടാവും. എന്റെ കമ്പനിയുടെ കൂട്ടത്തിൽ തുടരും ഉണ്ടാവും. തരുണിന്റെ തുടരും ഉണ്ടാവും. സുനിലുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു സിനിമയായി മാറുമ്പോൾ ആ സന്തോഷമുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ഈ കാത്തിരിപ്പിന് വലിയ സന്തോഷമുണ്ട്. ഒരു വാണിജ്യ വിജയം എന്നുള്ളതിനൊപ്പം തന്നെ ഒരു കലാസ്വാദനത്തിന്റെ അല്ലെ ഒരു രണ്ടും കൂടി ചേർന്ന സിനിമ, കലാമൂല്യം അപൂർവമാണ്. കലാമൂല്യം രണ്ടും കൂടി ചേർന്ന ഒരു സിനിമ ഉണ്ടാകുന്നത് ഭയങ്കര അപൂർവതയാണല്ലോ. അതൊരു ഭയങ്കര പ്രധാനപ്പെട്ട സാധനമാണല്ലോ. ഈ പ്രകാശ് വർമ്മയുടെ കാര്യം ഇതേപോലെ പറഞ്ഞു വിടാനും പറ്റില്ല. പ്രകാശ് വർമ്മ നമ്മുടെ അഭിമുഖത്തിലും ഏറ്റവും പ്രധാനമായി പറഞ്ഞൊരു പേര് രഞ്ജിത്തേട്ടന്റെയാണ്. പ്രകാശ് വർമ്മ എന്നുള്ളത് അതൊരു പ്രൊഡ്യൂസർ എടുക്കുന്ന ഒരു റിസ്ക് ഫാക്ടർ കൂടി ഉണ്ടല്ലോ. ഇതുവരെ അഭിനയിക്കാത്ത ഒരാളാണ്. നമുക്കറിയാം ആർട്ട് ഫിലിമിൽ ലെജൻഡറി ആണ്, ഇന്റർനാഷണൽ ആണ്. ഇതുവരെ അഭിനയിക്കാത്ത ഒരാളാണ്. എന്നാൽ മോഹൻലാലിനോളം തൂക്കവും മോഹൻലാലിനോളം പ്രാപ്തിയും വേണ്ട ഒരു ആക്ടറാണ് ഓപ്പോസിറ്റ് വരുന്നത്. നമ്മൾ ഒരുപക്ഷെ NF വർഗീസിനെയോ മുരളി എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും ഹെവി വെയിറ്റ് ഒരാളെ വേണ്ട റോളിലേക്ക് ഇദ്ദേഹത്തെ വരുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അതിന്റെ ഒരു അതെന്താ വെച്ചാല് ഈ കഥ ഭയങ്കരമായ ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇതിന്റെ തുടക്കത്തിൽ ഇപ്പൊ സ്ഥിരം അഭിനയിക്കുന്നവരാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ആ ആള് വരുമ്പോൾ മനസ്സിലാവും ഇയാളൊരു കുഴപ്പക്കാരനാണ്, മനസ്സിലാവും. അത് മനസ്സിലാകുന്ന ഒരു അവസ്ഥ ഈ സിനിമയ്ക്ക് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത് ആ ക്യാരക്ടറിന്റെ ചേഞ്ചസ് ഓരോ സമയത്തും കൃത്യമായി പോകണം. ഇത് ആലോചിച്ചിട്ട് ഇവിടെ നമുക്ക് പല കാസ്റ്റിങ്ങിലും ഒന്നും നമുക്ക് അത് അതിൻ്റെ ഒരു വലിയ കാര്യം തരണമുണ്ട്. സുനിലിനും ഉണ്ട്, എനിക്കും ഉണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ ആശങ്കപ്പെട്ടൊരു കാര്യമാണ് ഈ കാസ്റ്റിംഗ്. അതിലിങ്ങനെ ഇരിക്കുമ്പോൾ ആ കാസ്റ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ഒരു പുതുമുഖത്തെ ആലോചിച്ചാലോ എന്ന് പറയുന്നത് തരുണാണ് പറയുന്നത്. ആ പുതുമുഖത്തെ കണ്ടെത്തിയത് സുനിലാണ്, KR സുനിലാണ്. സുനിലാണ് ഈ മുഖം കണ്ടെത്തുന്നത്. കാരണം സുനിലിന് ഇപ്പം നേരത്തെ അറിയാം, സുനിലിൻ്റെ ഒരു സിനിമ മഞ്ജുക്കർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആലോചിച്ചത്. ആ ഒരു പരിചയം അവർ തമ്മിലുള്ള അടുപ്പം കൊണ്ടാണ് സുനിൽ ഇങ്ങനെ പറയുന്നത്. ഈ ഫോട്ടോ കാണിക്കുമ്പോഴും അദ്ദേഹം ആക്റ്റീവ് ഒന്നും നമുക്കറിയില്ലല്ലോ. പക്ഷെ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പം നമുക്ക് മനുഷ്യനും പരിചയപ്പെട്ടുകൊണ്ട് മനസ്സിലാകും ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാം വളരെ ലാഘവത്തോടെ കാണുന്ന ഒരാളാണ്. അപ്പോൾ പ്രകാശ് വർമ്മയോട് ചോദിച്ചു ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പം സുനിലിനാണ് ചോദിക്കുന്നത്. പറഞ്ഞു എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല, എനിക്ക് എന്താന്ന് പോലും അറിയില്ല, ഞാൻ ഡയറക്റ്റ് ചെയ്യും, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ലാലേട്ട സിനിമയിൽ ഞാൻ വന്ന് ഇത് പാളിപ്പോയാൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അതിനകത്തുള്ളൊരു സീൻ വന്ന് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്ത് നോക്കുന്ന പറഞ്ഞ് അവർ പോയി ഷൂട്ട് ചെയ്ത് അവിടെ നിന്ന് എനിക്ക് വീഡിയോ അയച്ചു തരായിരുന്നു. ഇവിടെ വന്നതിന് എഡിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് തരുന്നത്. കണ്ടപ്പോൾ ഒരു സംശയമില്ല, അയ്യോ എന്ത് ഗംഭീരമാണ് മനുഷ്യൻ. അത് എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വളരെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് എപ്പോഴും ഈ പറഞ്ഞ പ്രകാശ് വർമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഈ സിനിമയിൽ ഏറ്റവും മെയിൻ കാസ്റ്റിംഗ് ആണിത്, ഇതൊരു നിർമ്മാതാവ് സമ്മതിക്കത്തില്ല, ഒരു റിസ്ക് എടുക്കത്തില്ല, ആരെങ്കിലും ഒരാൾ അഭിനയിച്ച ഒരാൾ ഇടാന്ന് പറയില്ലേ. ഞാൻ പറഞ്ഞു അതിനേക്കാൾ ഉപരി എന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഈ വിജയത്തിന്റെ എപ്പോഴും ഞാൻ പറയാറ്, ക്ലാസ് മുമ്പും പറയാറ്, ഈ വിജയം വരുമ്പോൾ കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരാളായിരിക്കും. കാരണം അത്രമാത്രം പെർഫോമൻസ് ആണ് നമ്മൾ ഒന്നാമത്തെ ദിവസം മുതൽ മോഹൻലാലിനൊപ്പമാണ് ആ പേര് ഓരോ സിനിമകൾ. കാരണം മുമ്പിൽ നിൽക്കുന്ന ആരാ? ലാലേട്ടനല്ലേ. പക്ഷെ ലാലേട്ടന്റെ പ്രശ്നം എന്താണ്,
ലാലേട്ടന് അയ്യോ ഇതൊന്നുമല്ല, ഞാൻ ഇതിലൊക്കെ വളരെ താഴെയാണെന്ന് പറഞ്ഞ പോലെ നിന്നിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവും. തയ്യാറാവും. അപ്പൊ അങ്ങനെ പിന്നെ അവര് തമ്മിൽ നല്ല അടുപ്പം ഉണ്ടായിരുന്നു, ഉം. ഞങ്ങള് തമ്മിലുണ്ട്, എല്ലാരും തമ്മിൽ. അതുകൊണ്ട് ആ ലൊക്കേഷനിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചൊന്നും ആരും പെട്ടെന്ന് വലിയ പ്രശ്നത്തിലാവില്ല. കാരണം എല്ലാവരും ഭയങ്കര പറഞ്ഞ അതെ അതെ എല്ലാവരും അല്ലെ ഈ പറയുന്ന മുഴുവൻ ഈ ഒരു ആണ്. ബോണ്ടിങ് ആണ്. പിന്നെ ഷാജി, ക്യാമറമാൻ ഷാജി ഷാജി എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു ഭയങ്കര വലത് കൈയായിരുന്നു ഷാജി. അയ്യോ, കാരണം വെച്ചാൽ നമുക്ക് തന്നെ നിങ്ങൾ കണ്ടോണ്ടത് ഈ കാട്ടിലും ഈ സ്ഥലത്തും ഒക്കെ ഷൂട്ട് ചെയ്യാൻ എന്ത് പാടാണ്. നമുക്കൊരു മോണിറ്ററിന്റെ അവിടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്നെങ്കിലും ഇരിക്കാം. ഇത് ചെളിയെങ്കിൽ ചെളി, ഈ വെള്ളത്തിലെങ്കിൽ വെള്ളം, ഈ എവിടെയാണെന്ന് വെച്ചാൽ മഴ പെയ്യുന്നത്, ഈ മഴ പെയ്യുമ്പോൾ മഴയത്ത് നനഞ്ഞ് നിൽക്കാനേ ഷാജിക്ക് പറ്റുള്ളൂ. ഇങ്ങനെ ഒരാള് നിൽക്കുക വരേണ്ട ഒരു വലത് കൈയായിട്ട്. മാത്രമല്ല മോഹൻലാൽ എങ്ങനെ മൂവ് ചെയ്യുന്നു ഏറ്റവും കൃത്യതയുള്ളത് പുള്ളിക്കാണ്. ആക്ഷനിലാണെങ്കിലും എങ്ങോട്ട് ബോഡി മൂവ് ചെയ്യും, അതായത് എങ്ങോട്ട് വണ്ടി തിരിയെന്ന് പറയുന്ന പോലെ. ലെൻസിങ് എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം ഞാൻ പല ക്യാമറമാരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ലെൻസിങ്ങിൽ ഇത്രമാത്രം കറക്റ്റായിട്ടുള്ള കാര്യം അറിയാവുന്ന ഒരു ക്യാമറമാൻ ഉണ്ടാവില്ല. കാരണം നോക്കിയാൽ എവിടെ നോക്കണം, ഇല്ലെങ്കിൽ ഇദ്ദേഹം ഇത്ര മൂവ് ചെയ്യും, അതിനാൽ ലെൻസ് പറ്റില്ല എന്ന് പറഞ്ഞ് ആദ്യമേ തയ്യാറെടുപ്പ് നടത്തുന്ന ഒരാൾ പുള്ളിയാണ്. കാരണം നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം അവർ ഡയറക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വരെ വെച്ചിട്ടുള്ളൂ എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവും. പക്ഷെ അത് ആ ഒരു തീരുമാനം എടുക്കാൻ ഒരു ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇതുവരെ അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ ആഗ്രഹം അത് കിട്ടണമെന്നാണ്. കാരണം അത്ര കഷ്ടപ്പെട്ടുകൊണ്ട് അതിനകത്ത് വർക്ക് ചെയ്യാൻ. അയ്യോ, അതൊരു വലിയ ഒരു നമ്മുടെ ഈ സിനിമയുടെ എല്ലാം ഈ ഫൈറ്റ് ആയാലും എന്തെടുക്കുമ്പോഴാണെങ്കിലും ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് പല കാര്യങ്ങൾ. കാരണം ഒരു ടേക്കിൽ വന്നില്ലെങ്കിൽ അടുത്ത ടേക്കിൽ ആ ഗ്ലാസ് പൊട്ടിച്ച് വരാൻ പറ്റില്ല. അതൊക്കെ അത്ര സേഫായിട്ട് വേണം എടുക്കാൻ. എല്ലാത്തിനും ഷാജിയുടെ ഒരു കാര്യം ഞാൻ ഷാജി എടുത്ത് പറയാന്ന് വെച്ചാല് നമ്മൾ അത് പറയാതെ പോകാൻ പാടില്ലല്ലോ. രഞ്ജിത്ത് ഒരു കാര്യമുള്ളത്, ഇപ്പം ഒരു വർഷം ഒരു 200-നടുത്ത സിനിമ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്. അതിൽ നിന്ന് ഒരു 10% പോലും സിനിമകൾ സക്സസ് ആവാറില്ല. ഇപ്പം തുടരും പോലത്തെ ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കഴിഞ്ഞ ഒരു 20 വർഷത്തിനുള്ളിൽ ഇതുപോലൊരു മോഹൻലാലിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. വ്യക്തിപരമായിട്ട് എനിക്കും പെർഫോമൻസിൽ കഴിഞ്ഞൊരു 10-20 വർഷത്തിനുള്ളിൽ ഏറ്റവും പെർഫോം ചെയ്യുന്ന ഒരു മോഹൻലാലിനെയാണ് കാണുന്നത്. സിനിമ ഇത് അതിര് കവിഞ്ഞൊരു സക്സസിലേക്ക് പോകുന്നു എന്നുള്ളത്. ഇപ്പൊ ഞാൻ എന്താണ് ഈ പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടതെന്ന് പിടികിട്ടിയൊരു നിർമ്മാതാവാണല്ലോ. എന്താണ് സിനിമയുടെ ഒരു സക്സസ് മന്ത്ര, അല്ലെങ്കിൽ സിനിമയുടെ എന്തായാലും ഒരു മാജിക് റെസിപ്പി ഇല്ല അതില്, ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതുപോലെ ഒരു അടുത്ത പടന്ന് ഈ തുടരും 12 വർഷം കൂടെ നടത്തിയപ്പോ ഈ ഒരു വിജയത്തിന്റെ ഒരു സംഗതി എന്താ? അതെന്താ മനുഷ്യ, നമ്മളും സാധാരണ പ്രേക്ഷകരായിട്ട് മാറണം. ഞാൻ നേരത്തെ അതാ പറഞ്ഞു. നമുക്ക് പല സിനിമകളും ഞാനിപ്പോൾ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ വിജയക്കണക്കും പരാജയക്കണക്കും പറയുമ്പോഴും 250 സിനിമകളിൽ നമ്മളും ഞാനും മനീഷും തിരഞ്ഞെടുക്കുന്ന ഒരു 50 സിനിമകളെ ഉണ്ടാവുള്ളൂ. അതെ. ആ 50 സിനിമയിൽ 10-20 സിനിമകൾ നമുക്ക് വിഷമം ഉണ്ടാക്കിയതായിരിക്കും. ഒരു 20 സിനിമകളായിരിക്കും ഉണ്ടാകുക. ഈ സെലക്ഷൻ നമുക്ക് ആദ്യമേ തന്നെ പ്രേക്ഷകനുമുണ്ട്, നമ്മളെപ്പോലെ തന്നെ പ്രേക്ഷകനുണ്ട്. പക്ഷെ നമ്മൾ ശതമാനം പറയുമ്പോൾ നമ്മൾ ആ സിനിമകളിൽ പെടും. നല്ല സിനിമയ്ക്ക് ശ്രമിക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. ടെക്നീഷ്യന്മാരായാലും നിർമ്മാതാക്കളായാലും ആ ശ്രമം നടത്തണം. അപ്പം നമ്മൾ ശ്രമം നടത്തിയിട്ട് പരാജയപ്പെടുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അങ്ങനെയെങ്കിലും വന്നാൽ മാത്രമേ ഇത്രയധികം സിനിമകളിലേക്ക് മാറുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്നത് നമ്മൾ പ്രേക്ഷകരോട് നീതി പുലർത്താൻ എന്തുതരം കഥയാണ് അല്ലെങ്കിൽ എന്താണ്. പിന്നെ എല്ലാവരും നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ സിനിമ വർക്കൗട്ട് ആവില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. അതിന് പകരം നമുക്ക് അത് വർക്കൗട്ടാകും, അല്ലെങ്കിൽ അത്തരം പ്രേക്ഷകരും ഉണ്ട് എന്നൊരു തീരുമാനം എടുത്ത് പോകുമ്പോഴാണ് അതൊരു ട്രെൻഡാകുന്നത്. ഇതിൽ ഞാൻ പറയട്ടെ, ഈ സിനിമ കാണുമ്പം ഇതിൻ്റെ നമ്മൾ ആദ്യം തീരുമാനിച്ച കുറേയൊക്കെ ഉണ്ട്. ഇതിൽ മ്യൂസിക് എന്ന് പറയുന്നതിൽ പോലും ഒരു ന്യൂ ജനറേഷൻ ഇല്ല. ഇല്ല. ബാക്കിലെ ജനറേഷനൊക്കെ ആലോചിച്ച് നോക്ക്. 40 വർഷം മുമ്പുള്ള ജോഡി, അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള മണിയമ്പള രാജചേട്ടൻ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇതൊരു പഴഞ്ച സിനിമയാണെന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ട് തള്ളിക്കളയാം. ശരിയല്ലേ? അവിടെ ആകെ തരുൺമൂർത്തിയും ജെയ്ക്സും ഒക്കെ ഉള്ളു പുതിയത്. ഞാൻ ഉൾപ്പെടെ പഴയതാ. അപ്പോൾ അങ്ങനെ പോകാതെ ആ സിനിമ പ്രേക്ഷകരെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, അതിന്റെ ട്രീറ്റ്മെന്റ്. എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഇറങ്ങുന്നതിന്റെ തുടർച്ചയിൽ ഒരു ഇൻഡസ്ട്രിക്കകത്തും പുറത്തും അങ്ങനെ തന്നെ ഒരു ആത്മവിശ്വാസക്കുറവ് പല കോണിലും ഉണ്ടായിരുന്നല്ലോ. ഇത് തുടരും ഒരു പഴയതുപോലത്തെ ഒരു സിനിമയാണ്. തുടരും അങ്ങനെ, അതായത് നിങ്ങൾ തന്നെ പുറത്തുവിടാത്ത ഇതിന്റെ രണ്ടാം പകുതി ഉണ്ടല്ലോ. ഈ പറഞ്ഞ ഇതിന്റെ സെക്കൻഡ് ഹാഫ് എന്താണെന്ന് ആളുകൾക്ക് അറിയാത്ത
ആർക്കും പിടികിട്ടാത്തൊരു ഉണ്ട് തുടരുമായിരുന്നല്ലോ ഉണ്ട് ശരിക്കും. ഉണ്ട് ഇതെന്തായിരുന്നു ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ ഉണ്ട് എവിടെയോ ചെറുതായി കൈവിട്ട് പോയത് ലാലേട്ടൻ ഒരു ഇന്റർവ്യൂലാണ്, ദൃശ്യം പോലെ എന്നുള്ളത്. അതുവരെ എനിക്ക് തോന്നുന്നു ആർക്കും ഒരു ആരും അല്ലേ പറഞ്ഞില്ല. ഇല്ല അല്ലേ ഇല്ല ഒരു ഇല്ല. അങ്ങനെ സർപ്രൈസ് ആക്കി വെക്കാന്നുള്ള തീരുമാനം അതെന്താന്ന് എന്തായിരുന്നു? വെച്ചാല് നമ്മൾ തന്നെ നമ്മുടെ ചില കാര്യങ്ങൾ അവകാശവാദങ്ങൾ പറയുമ്പോൾ അത് ഉം. തന്നെ ആൾക്ക് ഇഷ്ടപ്പെടില്ല. ഉം, ഉം. രണ്ടാമത് ഈ സമയം മുഴുവൻ നമ്മൾ ആ സിനിമയുടെ ഓരോ ഭാഗത്തും പണിയിലായിരുന്നു. അതെ. ഉം. അതിന്റെ അവസാനം എനിക്ക് പണി തീർക്കുമ്പോൾ തന്നെ നമ്മൾ ലാസ്റ്റ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉം. അന്നാണ് നമ്മൾ എല്ലാവരും തീരുമാനിച്ചു. ഉം. ഒരേ ഒറ്റക്കെട്ടായിട്ട് എല്ലാ ടെക്നീഷ്യൻസും ഒന്നിച്ച് പറഞ്ഞാൽ നമ്മൾ ചെയ്യാവുന്ന മുഴുവൻ ചെയ്തിട്ടുണ്ട്. ഉം. ഞാൻ അങ്ങനെ പറഞ്ഞത്, ഈ ഉം. സിനിമ ഓടുമെന്നുള്ളത് എൻ്റെ പ്രതീക്ഷയാണ്. ഉം. ഇനി ഇത് ഓടിയില്ല എങ്കിലും എനിക്ക് വിഷമമില്ല. കാരണം ഇതൊരു നല്ല സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പം തരുൺ ഉൾപ്പെടെയുള്ളവർ കൈയടിച്ചു. അതായത് ഫൈനൽ മറ്റേ ഇവിടെ ഫൈനൽ അല്ലേ മിക്സിന്റെ സമയത്ത് അവിടെ സംസാരിച്ചു അല്ലേ? കഴിയാൻ കഴിയും. അപ്പൊ കൈയടിച്ചു. അത് മതി. പ്രൊഡ്യൂസർ അങ്ങനെ കോൺഫിഡൻസ് കൊടുക്കില്ലല്ലോ. ഇത് നമുക്ക് ഓടിയേ തീരും, നമ്മുടെ പ്രധാന. ഞാൻ പറഞ്ഞു ഇത് നമ്മളെ ആരും ചീത്ത പറയില്ല, അതെനിക്ക് ഉറപ്പാ. ഇനി ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. എല്ലാവരും ഇമോഷണൽ എന്ന് വെച്ചാൽ അത് വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ സിനിമ ഇറങ്ങുകയാണ്. പിന്നെ ഞങ്ങൾ സിനിമ ഇറങ്ങുന്നത് വരെ ഈ സിനിമ സ്ക്രീനിൽ കാണാൻ വേണ്ടിയുള്ളതായിരുന്നു. ഞാൻ നോക്കണ്ട രഞ്ജിത്തേട്ടൻ ഫസ്റ്റ് ഡേ വന്നിട്ട് മൈക്ക് വെച്ച സമയത്തും പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു ആത്മവിശ്വാസ പ്രകടനം അങ്ങനെ സിനിമ ഭയങ്കരമായിട്ട് എടുക്കും. അങ്ങനെ ഒരു അവകാശവാദത്തിനും ആരും തയ്യാറായിട്ടില്ല എന്നുള്ളത്. നല്ല സിനിമയായിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ എന്താ ഇതിന്റെ ഒരു പരീക്ഷ ഉണ്ട് മനീഷ്. കാരണം ഇതിൽ സാധാരണ സിനിമകളെല്ലാം ഇതിന്റെ ഒരു വില്ലനെ കൊന്നു കഴിയുമ്പോൾ പടം തീരും. അങ്ങനെയാണ് സാധാരണ സിനിമ ട്രീറ്റ്മെന്റ് ഒക്കെ. നമ്മൾ പക്ഷെ അതിനുശേഷമാണ് കഥ, യഥാർത്ഥ കഥ അതിന് ശേഷമാണ്. ആ ഇമോഷൻ എന്ന് പറയുന്ന സാധനം വർക്കൗട്ട് ആയില്ലെങ്കിൽ സിനിമ വലിയ പ്രശ്നത്തിലാവും. പലരും പേടിക്കുന്ന കാര്യമാണ് അങ്ങനെ ഇടാൻ. അപ്പൊ നമ്മൾ അതിനകത്ത് ക്ലൈമാക്സ് ആണ് ഡീറ്റെയിൽസ് പറയാത്തത്. പക്ഷെ ആ ഒരു പോർഷൻ നമ്മൾ ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ സിനിമയുടെ എഡിറ്റർ ആദ്യം തൊട്ട് തന്നെ അട്രാക്ട് ചെയ്ത് അവിടെ അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ട്. പിന്നെ ആള് റിലേറ്റബിൾ ആവണം, എല്ലാവർക്കും അവർക്ക് മനസ്സിലാക്കാവുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റിയ. പിന്നെ മനസ്സിലാകാത്ത ഒരു കാര്യം ഇല്ല, എല്ലാം കൃത്യമാക്കിയിട്ടുണ്ട് അല്ലേ? അതെ, ഉറപ്പായും. ഈ തുടർന്ന് പറയുന്ന സിനിമയുടെ കാര്യം എടുക്കുന്ന സമയത്ത് ഇതിനൊപ്പമുള്ള എല്ലാ യാത്രയിലും മറ്റൊരു സിനിമയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പ്രൊഡക്ഷൻ എന്നുള്ളത് ആലോചിച്ചിട്ടില്ല എന്നുള്ളതും ഭയങ്കര ആണല്ലോ. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളത് ഇത് അതിനിടയിൽ രഞ്ജിത്തേട്ടന്റെ സീരിയൽ നടക്കുന്നുണ്ട്, ബാക്കി എല്ലാ പരിപാടി വെബ് സീരീസ് അടക്കം അതിന് സമാന്തരമായിട്ട് ആലോചിക്കുന്നുണ്ട്. അത് അത്ര ചില വിശ്വാസം എന്ന് പറയുന്നത്, നമ്മളൊരു ചില സബ്ജക്റ്റുകൾ ചില കാര്യങ്ങൾ കിട്ടുമ്പോൾ അതിൽ നമ്മൾ ഫുൾ ഇൻവോൾവ് ആയിരിക്കും. ഇതിന്റെ ഓരോ സീൻ ഷൂട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ എഡിറ്റഡ് വേർഷൻ കാണുമ്പോഴും അതിൽ ഓരോ ക്ലോസ് എടുക്കുമ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണല്ലോ. നമുക്ക് പോകാൻ തോന്നില്ല, ഒരു സ്ഥലത്തേക്കും പോകാൻ തോന്നില്ല. പിന്നെ വേറെ കാര്യത്തിൽ തരുണാണെങ്കിലും അങ്ങനത്തെ വലിയൊരു ഒരു ഗുണമുള്ള ഒരാളാണ്. തരണ്ട ഗുണം എന്ന് വെച്ചാൽ തരുൺ ഒരിക്കലും ഒരു സംവിധായകൻ എന്ന് വെച്ചിട്ടുള്ള ഒരു ജാടയോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യമോ അത് ഞാൻ പ്രത്യേകിച്ചും പറയുന്നത് വെച്ചാൽ അത് എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും നല്ലൊരു മനുഷ്യനാണ് അത്. പിന്നെ സുനിലായാലും നമ്മുടെ സെറ്റിലുള്ളവരായാലും എല്ലാവരും നല്ലവരായതുകൊണ്ട് ഇത് ഞങ്ങളൊരു സിനിമ ഷൂട്ടിംഗ് ഒരു 103 ദിവസത്തോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ 103 ദിവസം ഞങ്ങൾ ആരും ബോറടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ രാത്രി എത്രയോ രാത്രികളിൽ മഴയത്ത് നമ്മളെല്ലാവരും നിൽക്കാറുണ്ട്. ആർക്കും പരാതിയില്ല, പരിഭവമില്ല. അപ്പോൾ എല്ലാത്തരം സമയത്തും ഒരു ബുദ്ധിമുട്ടോ ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കുണ്ടാവുകയോ ചെയ്യാത്ത ഒരു ലൊക്കേഷനാണിത്. അങ്ങനെ ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് എവിടെ പോകാൻ പറ്റും? നമുക്കൊരു ഇഷ്ടക്കേടുണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഇഷ്ടം മുഴുവൻ അവിടെ നിൽക്കുകയല്ലേ. അതുകൊണ്ട് ആ സിനിമയുടെ ഇഷ്ടം അത് കൂടുതലായിരുന്നു. പ്രത്യേകിച്ച് ഈ സിനിമയോട് കൂടുതൽ ഇഷ്ടമായിരുന്നു. ഭയങ്കര പേഴ്സണൽ അല്ലേ, അത് ഭയങ്കര ഡ്രീം. ഇതിന്റെ അവന്തിക ഇട്ട പോസ്റ്റിൽ അതുണ്ട്. അച്ഛൻ്റെ ഒരു ഭയങ്കര ഡ്രീമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് മകളും ഏതാണ്ട് അല്ല അച്ഛൻ സിനിമയിലെത്തിയ പ്രായത്തിൽ മകളും പ്രൊഡക്ഷന്റെ പാർട്ട് ആവുന്നുള്ളത് അല്ലേ, സീരീസിലും സിനിമയിലും. മോള് ശരിക്കും പറഞ്ഞാല് പണ്ട് തൊട്ടേ ചെറിയ പ്രായം മുതലേ ഇപ്പം MSc മാനേജ്മെന്റ് പഠിക്കുകയാണ്. പക്ഷെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് തൊട്ടേ ഒരു അട്രാക്ഷൻ ഇതിന്റെ ബാക്കി അപ്പൊ എന്റെ ഒരു ചെറിയ മോളുടെ ചെറിയ പ്രായം തൊട്ട് അന്ന് തൊട്ടേ ഇഷ്ടമാണ് ഇക്കാര്യം. അന്ന് എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമുണ്ട്. ഒരു ചെറിയ പ്രായത്തിൽ എനിക്കൊന്നൊരു 15 വയസ്സിന് താഴേക്ക് ഉള്ളപ്പോൾ തന്നെ ഈ സോഫ്റ്റ്വെയർ എഡിറ്റിൻ്റെ ഇട്ടിട്ട്
പല കാര്യങ്ങളും നമ്മുടെ വിഷ്വലൊക്കെ എഡിറ്റ് ചെയ്യും. അങ്ങനൊക്കെ ചെയ്യുന്ന ഒരുപാട് പണികളറിയാം. അപ്പോൾ ഇതെല്ലാം അറിയാം. അങ്ങനെ ഈ എല്ലാത്തിലും പ്രത്യേകിച്ച് ഒരാൾ മാത്രമായതുകൊണ്ടും അച്ഛൻ എന്ന് പറയുന്ന അമ്മ എന്ന് പറയുന്നതും നമ്മൾ ഇങ്ങനെ കൂടെ കിടക്കുന്ന പണ്ട് തൊട്ട് രണ്ടുപേരും സിനിമയിലുള്ളതല്ലേ. അപ്പം സ്വാഭാവികമായിട്ട് ആ സിനിമ ഉണ്ടാവുമല്ലോ. പക്ഷെ സിനിമയുടെ പിന്നാമ്പുറത്താണ് മറ്റേ ആക്ടിങ് അങ്ങനത്തെ ലെവലല്ല. ഡയറക്ഷന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിലും മാർക്കറ്റിംഗ് ഈ പടത്തിന്റെ മാർക്കറ്റിംഗ് മുഴുവൻ ചെയ്തിരിക്കുന്ന മോളാണ്. ഇതിന് ഒന്നും വേറെ ഇല്ല, ഒറ്റ കൈകളിലൂടെയാണ് പോകുന്നത്. കാരണം വേറെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമെങ്കിലും എന്തെപ്പോൾ ചെയ്യണം, എന്തെങ്ങനെ പോകണം, എല്ലാ ഡിസിഷൻസും എടുക്കും. അത് തരുണമായിട്ടായാലും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സജീവുണ്ട്. അപ്പോൾ ഒരുപാട് പേരുണ്ട്. വളരെ ചെറിയ പ്രായത്തില് സ്വന്തമായിട്ട് എത്തിയോണ്ട് അവിശ്വസിക്കേണ്ട കാര്യം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറോട് ടെൻഷൻ വരുന്ന കാര്യമില്ല. നമ്മൾ ഈ പ്രായത്തിൽ പയറ്റി നോക്കിയാണ് കൃത്യമായിട്ട് മ്യൂസിക് ഉൾപ്പെടെ ഉള്ളതിനെ കുറിച്ച് സിനിമ നേരത്തെ വന്ന് കാണുമ്പോഴാണെങ്കിലും ജെയ്ക്സ് തന്നെ പറയും, ജെയ്ക്സിനോട് പറയും, ജെയ്ക്സങ്ങൾ അവിടെ ഇട്ടേക്കുന്ന മ്യൂസിക് കൊള്ളൂലേട്ടാ. അപ്പൊ ജെയ്ക്സ് പറയും, എന്റെ മോളെ അത് എല്ലാരും കൊള്ളാന്ന് പറഞ്ഞു. ഇല്ല, ജെയ്സങ്ങളിൽ ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിക്കുന്നത്. സത്യസന്ധമായിട്ട് ജെയ്സ് എന്നോട് പറയാണ്, ഞാൻ മോള് പറഞ്ഞോണ്ട് അവിടെ ചേട്ടൻ മാറ്റിയിട്ടുണ്ടെന്ന് കേട്ടു തോന്നുന്നു. അതിഗംഭീരമായിട്ട് മാറ്റിക്കളഞ്ഞു. അത് കൊള്ളാഞ്ഞിട്ടല്ല, അവൾക്ക് ജെയ്ക്സിനോട് അതിനേക്കാൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. അത് ജെയ്ക്സ് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ പറയുന്ന ഒരാളാ. എല്ലാവരുമായിട്ട് ഭയങ്കര അടുപ്പമാണ്. നമ്മുടെ എല്ലാവരുമായിട്ട് ഭയങ്കര അടുപ്പമാണ്. അതങ്ങനെ ഒരു കുടുംബം പോലെ. എന്നിട്ട് നമ്മൾ ഈ സംഭാഷണം അവസാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയുമ്പോൾ ഇപ്പൊ മലയാള സിനിമ പലതരം പ്രതിസന്ധികൾ എല്ലാ കാലത്തും ഉണ്ടാകുന്നുണ്ട്. ഈ സിനിമയുടെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ തലപ്പത്ത് പല ഘട്ടങ്ങളിൽ ഇരിക്കുന്നത് മലയാള സിനിമ ഇപ്പം തുടരും നമ്മൾ നോക്കുമ്പോൾ മലയാള സിനിമ ഏറ്റവും പോസിറ്റീവായിട്ട് ദിശയിലേ പോകുന്ന പറയും. ഇത്രയും സക്സസിന് തുടർച്ചയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒരു മലയാള സിനിമ നേരിടുന്ന ഒരു ക്രൈസിസ് ശരിക്കെന്താ പേഴ്സണലി നോക്കിയാൽ? കഥയില്ലായ്മ ഒരു വലിയ പ്രശ്നം തന്നെയാണ് സുബിനിഷ്. കഥയില്ലായ്മ എന്ന് പറയുന്നത് നമുക്കുണ്ടായിരുന്ന നല്ല കുറച്ച് എഴുത്തുകാരുണ്ടായിരുന്നു. അത് നമുക്ക് നഷ്ടപ്പെട്ടിട്ട് കുറേ കാലമായില്ലേ. നല്ല നല്ല സിനിമകൾ ഇപ്പം നമ്മളിപ്പോൾ എപ്പോഴും എന്തുകൊണ്ടാണ് പഴയ ആളെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നല്ല സിനിമകൾ ഉണ്ടാക്കിക്കൊണ്ടാണ്. ഇപ്പം എന്താ വെച്ചാൽ നല്ലവരില്ല എന്നുള്ളതല്ല, നല്ലവരെ കണ്ടെത്താൻ പറ്റുന്നില്ല. പണ്ട് എനിക്കൊരു നല്ല സിനിമ ഉണ്ടാകണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോകും, MD സാറിനെ കിട്ടുമോ നോക്കും, അല്ലെങ്കിൽ ലോഹിയേട്ടനെ കിട്ടുമോ, അല്ലെങ്കിൽ ഡെന്നീസ് ജോസഫിനെ കിട്ടുമോ, ഇങ്ങനെ അല്ലെ ഒരുപാട് പേര് അങ്ങ് ചോയ്സ് ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനല്ലല്ലോ, നമ്മളൊരാളെ കണ്ടെത്തി കൊണ്ടുവരണം. അപ്പം അതിന് ഇന്ന് പ്രൊഡക്ഷനിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് എല്ലാവരും പറയുന്നത് കഥയുടെ ഭാഗത്താണ്. ഇല്ലെങ്കിൽ നല്ലൊരു സംവിധായകർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എത്രമാത്രം കൊമേഴ്സ്യലായിട്ട് എത്തിക്കാൻ പറ്റുന്ന സംവിധാനം. പണ്ട് നമ്മളിപ്പോൾ ഫാസിൽ സാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പടം കഴിഞ്ഞ് അടുത്ത് വരുന്നതും ഹിറ്റാണ്, അടുത്ത പടവും ഹിറ്റാണ് എന്ന് പറയുന്നൊരു കാലമുണ്ട്. അപ്പോൾ ഫാസിൽ സാറിനെ പോയി കണ്ട സിനിമ എടുക്കുന്ന അറിയാം, PG വിശ്വംഭരൻ സാറെ കാണുമ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി പടം എടുക്കാമെന്ന് പറയാം, അപ്പുറത്ത് പോകുമ്പോൾ ജോർജ് സാറിനെ പോകുമ്പോൾ വേറെ തരം പടം എടുക്കാമെന്ന് പറയാം. അങ്ങനെ ഇവിടെ അങ്ങനെ ഒരു നിരയുണ്ടായിരുന്നു. പിന്നെ ഷാജി കൈലാസായി, അങ്ങനെ ഒത്തിരി. ഇന്ന് അങ്ങനെയും ഇല്ല. ഉണ്ടെങ്കിൽ അവരൊക്കെ സ്വന്തം പ്രൊഡക്ഷനായി പോകും. അപ്പോൾ നമ്മൾ ഒരു നല്ല സിനിമകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ സ്വന്തം പ്രൊഡക്ഷൻ തുടങ്ങും. അപ്പോൾ നിർമ്മാതാവിനോ ഒരു നിർമ്മാതാവിൻ്റെ ഭാഗത്ത് നിന്ന് അതിനും സാധ്യതയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ വളരെ കൃത്യമായൊരു കഥ എത്തിയാൽ മാത്രം. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് വെച്ചാൽ എത്ര നല്ല സിനിമകൾ ഉണ്ടാകണമെങ്കിലും അതിന് നല്ല കഥ വേണം, നല്ല എഴുത്തുകാരൻ വേണം, നല്ല സംവിധായകൻ വേണം. അതിനുശേഷമാണ് അതിലൊരു നടൻ വരുന്നത്, അല്ലേ? അങ്ങനെ മാത്രമേ എനിക്ക് തോന്നുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ പ്രശ്നം, നമ്മൾ പണ്ട് വായന എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിരുന്നു. ഈ വായിക്കുമ്പോൾ ബുക്ക് വായിക്കുമ്പോൾ ഉണ്ടായിരുന്നത്, ആ ബുക്കിൽ ഇപ്പം മനീഷൊക്കെ അന്ന് വായിച്ചു വന്നവരായിരിക്കും. നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ബ്രെയിനിൽ ഒരു വിഷ്വലൈസ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ന് വായനയില്ല, വിഷ്വൽ മാത്രം കണ്ടിട്ട് പടം എടുക്കുകയാണ്. ഏതോ ഒരു സിനിമയോ അല്ലെങ്കിൽ ബാക്കിയുള്ളൊന്നും ഇൻസ്പയർ ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനല്ല, പണ്ട് ചെയ്തവരും എല്ലാവരും പഴയതരം ബുക്കുകൾ വായിച്ചിട്ടും അതിലൂടെ ഏതൊരുത്തനും അന്ന് നമ്മളൊരു വിഷ്വൽ കാണുമായിരുന്നു. അങ്ങനെ നമുക്കൊക്കെ ഒരു ക്രിയേറ്റീവ് സംഭവം ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടതിന് കുഴപ്പമാണോ, അതോ ഈ മൊബൈൽ ഫോൺ ഒരു ശല്യമായതാണോ? കാരണം പണ്ട് നമ്മളൊക്കെ സിനിമ എഴുതുന്ന കാലഘട്ടത്തിൽ ഒരു ഫോൺ പോലും ഇല്ലാത്ത സ്ഥലം നോക്കി പോകും, അവിടെ ഇരുന്ന് എഴുതുന്നത്. ഒരു വെളിയിൽ പോയി ഒരു ബൂത്തിലല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം കാലഘട്ടത്തിൽ നിന്ന് ഈ ഫോൺ, പക്ഷെ ഞാനിപ്പോൾ പറയാണ്, ഒരു നല്ല ഒരു കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു 5 പേര് വന്നിരുന്നു കഴിഞ്ഞാൽ അതിൽ 4 പേരുടെയും ഫോൺ അടിക്കും.
നമ്മളെല്ലാവരും വിളിച്ചപ്പോൾ നിർബന്ധം വിളിച്ച് ഓഫ് ചെയ്ത് വെപ്പിക്കുകയാണ് കാര്യം. അതൊക്കെയാണോന്നല്ല ഞാനൊരു ചുമ്മാ തമാശയായിട്ട് പക്ഷെ പറഞ്ഞാണ്. ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പൊ ആ. നമ്മള് ആളുകൾ റീൽസ് കാണുന്നു, സിനിമ ഇത്രയും സമയം കാണില്ല, സിനിമയ്ക്ക് ഇന്ന മ്യൂസിക് ഡയറക്ടർ വേണം, ഇന്ന മ്യൂസിക്, അങ്ങനെ നമ്മൾ സിനിമ ഉണ്ടാക്കണമെങ്കിൽ ഇന്ന ചേരുവ വേണം എന്നുള്ള നിർബന്ധ ബുദ്ധികൾക്ക് അപ്പുറത്താണല്ലോ തുടരും ഉണ്ടാക്കുന്നത്. അതെ, അത് അതെ. പുലർച്ചെ ഷോ നടത്തുന്നു, എല്ലാ തിയേറ്ററിലും നിറഞ്ഞു കവിയുന്നു. അത് ഞായറാഴ്ച വേണ്ട, ഇപ്പം ഞായറാഴ്ച കടന്നാൽ ഈ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ ഇത് ടിക്കറ്റ് ഇല്ലാത്തൊരു അതെ, സാഹചര്യമാണ്. അപ്പൊ അതെ. ഒരു സിനിമയ്ക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും തിയേറ്ററുകളെയും പ്രേക്ഷകരെയും എന്ന് തന്നെയാണ് ഒരു ആത്മവിശ്വാസം, അല്ലെ? ഒരു അതെ. സിനിമ, നല്ലൊരു സിനിമ ഉണ്ടാക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും വിട്ടുപോയ എല്ലാ ആളുകളെയും തിയേറ്ററിൽ തന്നെ തിരിച്ചു കൊണ്ടെത്തിക്കണം, തീർച്ചയായിട്ടും അല്ലേ? തിയേറ്ററിലാണ് സിനിമ. ഉം. തിയേറ്ററിൽ ആ ഒരു ആരവവും ആ സംഭവങ്ങളും കാണുന്നത് എനിക്ക് സിനിമ കണ്ടിട്ട് എനിക്ക് സന്തോഷം തന്നെയാണ്. ഉം. എന്തോ ആ വലിയ സ്ക്രീനിൽ ഇരുന്ന് കാണുകയും ഈ കയ്യടിയും ഈ ഉം. കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം നമുക്ക് പണ്ട് തൊട്ടേ അങ്ങനെയാണല്ലോ നമ്മുടെ ശീലം. അതെ. ആ ശീലം അതുകൊണ്ടാണ് ചെറിയ സ്ക്രീനിൽ പോലും ഞാൻ കാണാൻ പോകാതിരിക്കുന്നത്. ഉം. ഉം. നമ്മൾ വലിയ സ്ക്രീനിൽ പോയി പടം കാണുന്ന വെച്ചാൽ ഭയങ്കര വലിപ്പം കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണല്ലോ. ഉം. ആ ഇഷ്ടം തിരിച്ചു വന്നിട്ടുണ്ട്, അതെ. സംശയമൊന്നും വേണ്ട. തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് തുടരുമ്പോഴുന്ന തിയേറ്ററിന് ഉണ്ട്, മുന്നിൽ തന്നെ ഉണ്ട്. അത് അല്ല, തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അതെ. തുടരും മാത്രമല്ല, ഉം. ഉം. നമ്മൾ അതെ. നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആ തിരിച്ചുവരവ് ഉണ്ട്. അതെ, അതെ. അല്ല, ഉണ്ട്. ബാക്ക് ടു ബാക്ക് നല്ല തിയേറ്റർ സിനിമകളാണെങ്കിൽ ആവുമല്ലോ. ഓടുന്നുണ്ട്. അതെ. ആ. നമ്മൾ പരാജയപ്പെടുന്ന അതെ, സിനിമകൾ അതെ. എന്തുകൊണ്ടും എന്തെങ്കിലും ഉം. കാരണങ്ങളില്ലാതെ കാരണങ്ങളില്ല. പരാജയപ്പെടാറില്ല. അതെ. അത് അല്ല, നല്ല സിനിമകൾ ഓടും എന്നുള്ളതിന് മലയാളി അതെ. പ്രേക്ഷകര് ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. താങ്ക് യു രഞ്ജിത്തേട്ടാ, താങ്ക് യു.